നമസ്കാരം. രണ്ടാം ലോക മഹായുദ്ധം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ സീരീസ്. ഈ വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപ് ഇതേ രീതിയിൽ തന്നെ ഞാൻ ഒന്നാം ലോക മഹായുദ്ധം അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ അവസാന എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടതാണ് അതേ രീതിയിൽ തന്നെ രണ്ടാം ലോക മഹായുദ്ധവും അവതരിപ്പിക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ആ വീഡിയോ സീരീസ് ഞാൻ അവസാനിപ്പിച്ചത് വേഴ്സേൽസ് ഉടമ്പടി അല്ലെങ്കിൽ വേഴ്സേൽസ് ട്രീറ്റിയിലൂടെയാണ്. രണ്ടാം ലോക മഹായുദ്ധം ഞാൻ ഈ വീഡിയോയിലൂടെ ആരംഭിക്കുന്നതും അതേ വേഴ്സേൽസ് ട്രീറ്റിയിലൂടെ തന്നെയാണ്. വേഴ്സേൽസ് ട്രീറ്റ് ശരിക്കും നടന്ന് വർഷങ്ങൾക്ക് ശേഷം 1939 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള യഥാർത്ഥ കാരണങ്ങൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ഒപ്പിട്ടിട്ടുള്ള വേഴ്സേൽസ് ട്രീറ്റി തന്നെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനുള്ള മരുന്ന് ആ വേഴ്സേൽസ് ട്രീറ്റിക്കുള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആ സീരീസ് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് ഞാൻ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധം കണ്ടിട്ടില്ലാത്തവർക്കും രണ്ടാം ലോക മഹായുദ്ധം കാണാം. കാരണം അതിൻ്റെ കണ്ടിന്യൂറ്റി ഇതിൽ വരുന്നുണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, കാണാവുന്നതാണ്. വേഴ്സേൽസ് ട്രീറ്റി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ ജർമ്മനിയെ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന വേഴ്സേൽസ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചത് മറ്റാരുമല്ല, ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചു വന്ന കക്ഷികളായിട്ടുള്ള അലേ എൻഡൻ്റെയാണ്. അതായത് ഫ്രാൻസ്, ബ്രിട്ടൻ, US തുടങ്ങിയ സഖ്യകക്ഷികളാണ്. ഈ കക്ഷികൾ ജർമ്മനിയെ ശരിക്കും വിളിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മീറ്റിങ്ങിന് വേണ്ടിയല്ല, മറിച്ച് കുറേ ഓർഡർ തരും. ആ ഓർഡർ ജർമ്മനി അനുസരിച്ചു കൊള്ളണം, അല്ലെങ്കിൽ ഈ ഭൂഗോളത്തിൽ തന്നെ ജർമ്മനി എന്ന രാജ്യം ഉണ്ടായിരിക്കുന്നതല്ല. 1919 ജൂൺ മാസം 28-ാം തീയതിയാണ് ഈ വേഴ്സേൽസ് ട്രീറ്റി നടക്കുന്നത്. അന്ന് ശരിക്കും ജർമ്മനിയെ വിളിച്ചു വരുത്തി അപമാനിക്കുകയായിരുന്നു. ഒരു രാജ്യം മുഴുവനും അന്ന് നാണക്കേട് കാരണം തല കുനിച്ചിരുന്നു. ആ നാണക്കേടിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് ഒരു 25 മെമ്മറി ട്രിക്കുകളെ കുറിച്ച് പറയാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഇപ്പോൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ലഭ്യമാണ്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ആ ഘട്ടത്തിൽ പോലും ജർമ്മനിക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ, പ്രത്യേകിച്ചും ആഫ്രിക്കൻ മേഖലകളിൽ ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നു. ആ കോളനികളൊക്കെ ജയിച്ച സഖ്യകക്ഷികൾക്ക് വീതിച്ചു കൊടുക്കണമെന്നാണ് ആദ്യത്തെ കണ്ടീഷൻ. മറ്റൊരു കണ്ടീഷൻ, പോളണ്ട് എന്ന രാജ്യത്തെ 100 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരികെ കൊണ്ടുവരണം. പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം പ്രദേശവും ജർമ്മനിയുടെ അധീനതയിലായിരുന്നു. കുറേയധികം ഭാഗങ്ങൾ റഷ്യയുടെ കയ്യിലുമായിരുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും റഷ്യയുടെ പക്കലുണ്ടായിരുന്ന പോളണ്ടിൻ്റെ ഭാഗങ്ങൾ കൂടി ജർമ്മനി പിടിച്ചെടുത്തു. ആ പ്രദേശങ്ങളെല്ലാം തിരികെ പോളണ്ടിന് തന്നെ കൊടുക്കണം. 100 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് എന്ന രാജ്യം വീണ്ടും പുതുതായി ഉണ്ടായി വരണം. അങ്ങനെ പോളണ്ടിന് അർഹിക്കുന്ന പ്രദേശങ്ങൾ മാത്രമല്ല കൊടുക്കുന്നത്, ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന ജർമ്മനിയുടെ കുറേയധികം ടെറിട്ടറികൾ കൂടി പോളണ്ടിൻ്റെ ഭാഗമാക്കി കൊടുക്കണം. ലീഗ് ഓഫ് നേഷൻസ് പുതുതായിട്ട് സ്ഥാപിക്കപ്പെടും. ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പണിയാനും അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ശരിക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയും ജർമ്മനിയുടെ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള ഒരു പ്രദേശം തന്നെ ലീഗ് ഓഫ് നേഷന് കൊടുക്കണം. ജർമ്മനിയുടെ പട്ടാളത്തിൻ്റെ എണ്ണം 1,00,000-ന് മുകളിൽ പോകാൻ പാടില്ല. പരമാവധി 1,00,000 വരെ ആകാം. മാത്രമല്ല ആർട്ടിലറി പോലെയുള്ള ടാങ്കുകൾ പോലെയുള്ള വലിയ വെപ്പണുകൾ പൂർണ്ണമായിട്ടും ജർമ്മനി ഉപേക്ഷിക്കണം. ഇനി മേലാൽ എയർക്രാഫ്റ്റുകൾ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും പാടില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് എല്ലാ രാജ്യങ്ങൾക്കും സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ബെൽജിയത്തിനും ഫ്രാൻസിനുമാണ്. കാരണം അവിടെയാണല്ലോ പ്രധാനമായിട്ടും യുദ്ധം അരങ്ങേറിയത്. ഇവിടെ ഉണ്ടായിരുന്ന പല പ്രധാനപ്പെട്ട നഗരങ്ങളും നാമാവശേഷമായി മാറി. അവിടെ ഒരുപാട് വ്യാവസായിക സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ആ കെട്ടിടങ്ങൾ അടക്കം നശിച്ച് കുത്തുവാള എടുത്തിരിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും.
ആ നാശനഷ്ടമൊക്കെ പൂർണ്ണമായിട്ടും നിറവേറ്റേണ്ടത് ജർമ്മനിയുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ യുദ്ധം തന്നെ ജർമ്മനി കാരണം ഉണ്ടായിട്ടുള്ള യുദ്ധമാണ്. ഈ സാമ്പത്തിക നാശനഷ്ടം എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ്. ജർമ്മനിക്ക് അടുത്ത കാലത്തൊന്നും കൊടുത്തു തീർക്കാൻ സാധിക്കാത്തത്ര വലിയ തുക. വേഴ്സേൽസ് ട്രീറ്റിയിൽ ഒപ്പുവെക്കുകയല്ലാതെ ജർമ്മനിയുടെ മുൻപിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. മനസ്സില്ലാ മനസ്സോടുകൂടി അവർ ആ രേഖയിൽ ഒപ്പിട്ടു. പക്ഷേ ഇത് ജർമ്മൻ ജനതയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു നാണക്കേടാണ് സമ്മാനിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ബഹുഭൂരിപക്ഷം സമയത്തും ഏറ്റവും മുകളിൽ നിന്നിരുന്ന രാജ്യം ജർമ്മനിയാണ്. മറ്റ് രാജ്യങ്ങൾക്കൊന്നും ജർമ്മനിയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കുകയില്ലായിരുന്നു. ഏതു നിമിഷവും ഈ ലോകത്തെ പോലും പിടിച്ച് കുലുക്കാൻ സാധിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് ആ യുദ്ധത്തിൻ്റെ 90% ഘട്ടങ്ങളിലും ജർമ്മനി ഉയർന്നു നിന്നിരുന്നു. അവിടെ നിന്നും അവർ പരാജയപ്പെട്ടു പോകുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ പിശകിൻ്റെ പേരിലാണ്. അങ്ങനെ വിജയത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിരുന്ന, ഏറ്റവും അഭിമാനത്തോടു കൂടി ഉയർന്നു നിന്നിരുന്ന ആ ജനത ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നാണക്കേടിൻ്റെ പടുകുഴിയിലേക്കാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. ഈ ജനത്തിൻ്റെ മുൻപിൽ നന്നായിട്ട് പ്രസംഗിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് അവരുടെ ഇമോഷൻസ് വെച്ച് പന്ത് കളിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ആ ഇമോഷൻസിലൂടെ അവരുടെ ദേശീയത ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് ഈ ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. ആ വ്യക്തി പറയുന്ന വഴികളിലൂടെ ഈ ജനം യാത്ര ചെയ്യും. വരാൻ പോകുന്ന വർഷങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഇതേ കാര്യമാണ്. അതിനുള്ള കാരണമായി മാറുന്നത് ശരിക്കും അലയൻസിൻ്റെ, അതായത് USA, UK, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ ഉണ്ടാക്കി വെച്ച ആ വേഴ്സേൽസ് ട്രീറ്റി എന്ന ജർമ്മനിയുടെ വലിയ നാണക്കേടാണ്. ഇത്രയും വലിയ നാണക്കേടൊക്കെ ഉണ്ടായെങ്കിൽ പോലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ ഒരു ചെറിയ വകയുണ്ട്. കാരണം ഒന്നാം ലോക മഹായുദ്ധം അവരുടെ മണ്ണിൽ നടന്നിട്ടില്ല. യുദ്ധം നടന്നതൊക്കെ അലയൻസിൻ്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഓസ്ട്രോ ഹംഗേറിയൻ്റെ ഭാഗങ്ങൾ, റഷ്യയുടെ ഭാഗങ്ങൾ, ഇറ്റലിയുടെ ഭാഗങ്ങൾ, ഓട്ടോമൻ തുർക്കിയുടെ ഭാഗങ്ങൾ, അവിടെയൊക്കെ ആയിരുന്നു. ജർമ്മനിയുടെ മണ്ണിൽ കാര്യമായിട്ട് ഒരു യുദ്ധവും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കെട്ടിടങ്ങൾക്കൊന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അവരുടെ വ്യാവസായിക സ്ഥാപനങ്ങൾക്കും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് ഭാവിയിൽ വളർന്നു വരാൻ സാധിക്കും. അതിനുള്ള കെൽപ്പ് ഇപ്പോഴും ജർമ്മനിക്കുണ്ട്. പക്ഷേ അതിന് കടിഞ്ഞാടിടുന്നത് ഈ കൊടുക്കേണ്ടി വരുന്ന വലിയ തുകയാണ്. എല്ലാ വർഷവും ആ തുക കൊടുത്തുകൊണ്ടേയിരിക്കണം. പരാജയപ്പെട്ടു പോയിട്ടുള്ള മറ്റ് 2 ശക്തികൾ ഓസ്ട്രോ ഹംഗേറിയനും ഓട്ടോമൻ സാമ്രാജ്യവുമാണ്. ആ 2 സാമ്രാജ്യങ്ങളും ഇല്ലാതെയായി. ആ പ്രദേശങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത്തരത്തിലുള്ള സാമ്രാജ്യം ഇപ്പോൾ നിലവിലില്ല. പിന്നെ ആകെ നിലനിൽക്കുന്നത് ജർമ്മനി മാത്രമാണ്. ജർമ്മനിക്ക് ഒരു അഴിയാ കുരുക്കും ഇപ്പോൾ കഴുത്തിൽ വീണ് കിട്ടിയിട്ടുണ്ട്. ഈ പരാജയപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിരിക്കുന്നത്. വിജയിച്ചിരിക്കുന്ന ചില രാജ്യങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇറ്റലിക്കാണ് പ്രശ്നം നേരിടേണ്ടി വരുന്നത്. ഇറ്റലിക്ക് 6 ലക്ഷം പട്ടാളക്കാരെയാണ് നഷ്ടപ്പെട്ടത്. ഇറ്റലി ശരിക്കും ഓസ്ട്രോ ഹംഗേറിയൻ്റെയും ജർമ്മനിയുടെയും ഭാഗമായിട്ട് നിൽക്കേണ്ട ഒരു രാജ്യമായിരുന്നു. എന്നാൽ UKയും ഫ്രാൻസും ഒക്കെ ഇവരെ പ്രലോഭിപ്പിച്ചിട്ടാണ് യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങളോടൊപ്പം യുദ്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രദേശങ്ങളൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞ് ഇറ്റലിയെ മോഹിപ്പിച്ചിരുന്നു. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ അവർക്ക് കുറേ പ്രദേശങ്ങളൊക്കെ കിട്ടി. പക്ഷേ അവർ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ അവർക്ക് വാഗ്ദാനം കൊടുത്തതുപോലുള്ള പ്രദേശങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ല. ഇത് ഇറ്റലിക്കാർക്കിടയിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇറ്റലിക്കാർ സ്വയം പറയാൻ തുടങ്ങി, ഞങ്ങളെ ഒപ്പം കൊണ്ടുപോയി ചതിക്കുകയായിരുന്നു എന്ന്. കാരണം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ കൊടുത്തിട്ടില്ല. അവർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ലീഗ് ഓഫ് നേഷൻ ആരംഭിക്കുക എന്നത് ആ കാലഘട്ടത്തിൽ, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസന്റെ ഒരു ആശയമായിരുന്നു. അത് നടപ്പിലാവുകയും ചെയ്തു. പക്ഷേ അമേരിക്ക ഈ ലീഗ് ഓഫ് നേഷൻ്റെ ഒരു ഭാഗമായതേ ഇല്ല. കാരണം വുഡ്രോ വിൽസന് ശേഷം വന്ന അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് ഇങ്ങനെ ലീഗ് ഓഫ് നേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിനോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും അമേരിക്ക ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ റഷ്യയും ലീഗ് ഓഫ് നേഷൻ്റെ ഭാഗമാകുന്നില്ല. റഷ്യ പിന്നീട് റഷ്യയല്ല. 1917 റഷ്യൻ റവല്യൂഷന് ശേഷം റഷ്യ മറ്റൊരു രാജ്യമായിട്ട് മാറുകയായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് മാറുകയായിരുന്നു. അവരുടെ പേര് തന്നെ മാറി. USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനായിട്ട് മാറി. ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമായിരുന്ന ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ ഭരിക്കുന്ന ഒരു വലിയ സാമ്രാജ്യ ശക്തിയായിട്ട് ഈ കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ ഇവരുടെ കാൽക്കീഴിലാണ്. പിന്നെ ഇന്ത്യ,
അതുപോലെ ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ ഇപ്പോൾ ബ്രിട്ടൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞു. 1921 ആയപ്പോഴേക്കും ജർമ്മനിയിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടായി. കാരണം എല്ലാ വർഷവും അവർ ലക്ഷക്കണക്കിന് ജർമ്മൻ മാർക്കാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ഫ്രാൻസിൻ്റെയും ബെൽജിയത്തിൻ്റെയും മേഖലകളിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി, അതായത് അവിടെ തകർന്നു പോയിട്ടുള്ള ഇൻഡസ്ട്രികൾ വീണ്ടും പണിതുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പണമൊക്കെ ചിലവാക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അവർ കൂപ്പുകുത്തി വീണു. ആ വർഷം ഫ്രാൻസിനും ബെൽജിയത്തിനും കൊടുക്കേണ്ടിയിരുന്ന പണം ജർമ്മനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല. മനഃപൂർവ്വം കൊടുക്കാഞ്ഞതല്ല, അവരുടെ കയ്യിൽ പണമില്ല. അവരുടെ പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ ധാരാളമായിട്ടുണ്ട്. അതിനിടയിൽ എങ്ങനെയാണ് അവർക്ക് ബെൽജിയത്തിനും ഫ്രാൻസിനും ഒക്കെ പണം കൊടുക്കുന്നത്? ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ജർമ്മനിയുടെ പക്കൽ കാര്യമായിട്ട് സൈന്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പണം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ഈ ബെൽജിയത്തിനോടും ഫ്രാൻസിനോടും ചേർന്ന് കിടക്കുന്ന ജർമ്മനിയുടെ ഒരു വലിയ നഗരം അവർ ബലമായിട്ട് പിടിച്ചെടുത്തു. റൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു ഇത്. ജർമ്മനിക്ക് കൂടുതൽ നാണക്കേടാണ് ഇത് സൃഷ്ടിച്ചത്. കാരണം അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈന്യം പോലും അവർക്കുണ്ടായിരുന്നില്ല. സൈന്യം ഉണ്ടെങ്കിൽ പോലും, പേരിനൊരു സൈന്യം ഉണ്ടെങ്കിൽ പോലും ആ സൈന്യത്തിലുള്ള ആളുകൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് നാണക്കേടുകൂടി ബെൽജിയവും ഫ്രാൻസും ചേർന്ന് റൂർ പങ്കിട്ടെടുക്കുന്നത് ജർമ്മനി നോക്കി നിന്നു. 1923 ആയപ്പോഴേക്കും ജർമ്മനിയിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ കൈവിട്ടുപോയി. അവിടെ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പമുണ്ടായി. 1914 ഒരു അമേരിക്കൻ ഡോളർ എന്ന് പറയുന്നത് 4 ജർമ്മൻ മാർക്കായിരുന്നു. എന്നാൽ 1923 ആയപ്പോൾ ഒരു അമേരിക്കൻ ഡോളർ എന്ന് പറയുന്നത് 4 ലക്ഷം കോടി മാർക്കാണ്. 4 കോടിയല്ല, 4 ലക്ഷമല്ല, 4 ലക്ഷം കോടി മാർക്കായിട്ട് മാറി. അതായത് ജർമ്മനി നിർമ്മിക്കുന്ന ജർമ്മൻ മാർക്ക് എന്ന് പറയുന്ന ആ നോട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ആ നോട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ മൂല്യം പോലുമില്ല. ജർമ്മനി ഇങ്ങനെ തകർന്ന് നാമാവശേഷമാകുന്നത് കണ്ടപ്പോൾ US-നും UK-യ്ക്കും ജർമ്മനി ഒന്ന് സഹായിക്കണമെന്ന് തോന്നി. ശരിക്കും സഹായിക്കുക എന്നുള്ളൊരു കാര്യമല്ല. ഇതിനിടയിൽ US-ൻ്റെ ഒരു കുതന്ത്രമുണ്ട്. ആ കുതന്ത്രത്തിലേക്ക് നമുക്ക് വരാം. US-ഉം UK-യും ചേർന്ന് ജർമ്മനിയെ സംരക്ഷിക്കാൻ വേണ്ടി ഡോസ് പ്ലാൻ എന്ന് പറയുന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. ആ പദ്ധതി അനുസരിച്ച് അമേരിക്കൻ ബാങ്കുകൾ കോടിക്കണക്കിന് ഡോളേഴ്സ് ജർമ്മനിക്ക് കടമായിട്ട് കൊടുത്തു. വലിയ രീതിയിലുള്ള പലിശ വാങ്ങിക്കുന്ന തരത്തിലാണ് അവർ ആ കടം കൊടുക്കുന്നത്. ജർമ്മനിക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു. പണം കിട്ടിയപ്പോൾ തന്നെ അത് തീർന്നു പോവുകയും ചെയ്തു. കാരണം തൊട്ടടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസിനും ബെൽജിയത്തിനും ഒക്കെ ഈ കടം കൊടുക്കാനുണ്ട്. കടമല്ല, ശരിക്കും അവരുടെ നാശനഷ്ടങ്ങൾ കൊടുക്കാനുള്ള റിപ്പറേഷൻസ് മണിയാണ്. ആ പണം അപ്പോൾ തന്നെ അവർ കൊടുത്തു തീർത്തു. ഈ പണം നേരെ പോകുന്നത് ശരിക്കും ബെൽജിയത്തിൻ്റെയും ഫ്രാൻസിൻ്റെയും കയ്യിലേക്കല്ല. ഈ പണം ഇൻഡയറക്റ്റ്ലി പോകുന്നത് അമേരിക്കയുടെ കയ്യിലേക്ക് തന്നെയാണ്. കാരണം 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഫ്രാൻസിനും ബെൽജിയത്തിനുമൊക്കെ സൈനിക സഹായം കൊടുത്തിട്ടുണ്ടായിരുന്നു അമേരിക്ക എപ്പോൾ സൈനിക സഹായം കൊടുത്താലും അതിൻ്റെ പിന്നിൽ ഫൈനാൻഷ്യലായിട്ടുള്ള ചില ഹിഡൻ അജണ്ടകളൊക്കെ കാണും. അവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഊറ്റിയെടുക്കാൻ ഈ രാജ്യത്തിന് സാധിക്കും. അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിലും അത് അവരെ കൊണ്ട് സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്ക അന്ന് സഹായിച്ചതിന് പ്രത്യുപകാരമായിട്ട്, അല്ലെങ്കിൽ അന്ന് ചെലവഴിച്ചിട്ടുള്ള അവരുടെ വെപ്പൺസിനും അല്ലെങ്കിൽ അവരുടെ പട്ടാളക്കാർക്കും ഒക്കെ പകരമായിട്ട് വലിയൊരു തുക ഈ ഫ്രാൻസിനും ബെൽജിയത്തിനും കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. അതുപോലെ ബ്രിട്ടനും കൊടുക്കാനുണ്ടായിരുന്നു. ബ്രിട്ടൻ അതിന് മുൻപ് തന്നെ, അതായത് 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ US-ൻ്റെ കയ്യിൽ നിന്നും അത്യാവശ്യം പണം കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പണമെല്ലാം നേരെ പോകുന്നത് അമേരിക്കയിലേക്കാണ്. അത് അമേരിക്ക കടമായിട്ട് ജർമ്മനിക്ക് പണം കൊടുക്കുന്നു. ആ കൊടുക്കുന്ന പണം അപ്പോൾ തന്നെ അമേരിക്കയുടെ കയ്യിലേക്ക് തന്നെ വരുന്നു. അതുകൂടാതെ ജർമ്മനി ഈ കൊടുത്ത പൈസയുടെ പലിശയും കൊടുത്തു തീർക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു കുതന്ത്രമാണ് അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1928 ഇറ്റലിയിൽ ഒരു ഏകാധിപതി അദ്ദേഹത്തിൻ്റെ ഫാഷിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു. മുസോളിനിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹം ഒരു ഫാഷിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുകയും ആ പാർട്ടി പൂർണ്ണമായിട്ടും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അവിടെ പുതുതായിട്ട് മറ്റൊരു പാർട്ടിക്ക് സ്ഥാനമില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരെയെല്ലാം അവർ വകവരുത്തി. ഒരു വലിയ ഏകാധിപതിയുടെ തുടക്കമാണ് 1928 രേഖപ്പെടുത്തുന്നത്. തൊട്ടടുത്ത വർഷമായ 1929 വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക മാന്ദ്യമാണ് ലോകം മുഴുവനും പടർന്നു വ്യാപിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമേരിക്കയിലെ വാൾ സ്ട്രീറ്റിലെ തകർച്ചയാണ്.
വാൾ സ്ട്രീറ്റ് തകർന്നടിയുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയും ചെയ്തു. അമേരിക്കൻ ബാങ്കുകൾക്ക് കയ്യിൽ പണമില്ലാത്ത ഒരവസ്ഥയായി. അതുകൊണ്ട് തന്നെ കൊടുത്ത കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കണമെന്ന് അവർ മറ്റ് രാജ്യങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. ഏറ്റവും കൂടുതൽ കടം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ജർമ്മനിക്കാണ്. ജർമ്മനിക്ക് ശരിക്കും കൊടുത്ത പണമെല്ലാം അമേരിക്ക തിരികെ വന്നിട്ടുണ്ട്. എന്നാൽ അതിന് വലിയ രീതിയിലുള്ള പലിശയൊക്കെ ഏർപ്പാടാക്കി ആ പണം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. എത്രയും പെട്ടെന്ന് തന്നെ ആ പണം കൊടുത്തു തീർക്കണം. കാരണം അമേരിക്കൻ ബാങ്കുകളിൽ പണമില്ല. അമേരിക്കൻ ബാങ്കുകളിൽ നിന്നല്ല, ലോകത്തുള്ള ഒരു ബാങ്കുകളിലും ഈ കാലഘട്ടത്തിൽ പണമില്ല. ബാങ്കുകളിൽ പണമില്ലെങ്കിൽ ആ ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്ത് പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്ന വ്യാവസായിക സ്ഥാപനങ്ങൾക്കും പണം കിട്ടാതെയാകും. വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും. അങ്ങനെ അടച്ചുപൂട്ടുകയാണെങ്കിൽ തൊഴിലവസരങ്ങൾ ഇല്ലാതെയാകും. 1929 എന്ന് പറഞ്ഞ വർഷത്തിൽ 60 കോടി ആളുകൾക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. ഏറ്റവും കൂടുതലും ഇത് ബാധിക്കപ്പെട്ടത് ജർമ്മനിയാണ്. ജർമ്മനിയിലുള്ള ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങി. ഓൾറെഡി അവിടെ വലിയ രീതിയിലുള്ള പട്ടിണിയാണ്. അതിനിടയിൽ ഈ ഡോസ് പ്ലാനിലൂടെ അവരൊന്ന് കരകയറി വരികയായിരുന്നു. പക്ഷേ വീണ്ടും വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. കുട്ടികൾ മരിക്കാൻ തുടങ്ങി. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലും ലഭ്യമാകാതെയായി. മോഷണവും പിടിച്ചുപറിയും ഒക്കെ ഒരു നിത്യ സംഭവമായിട്ട് മാറി. ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ജർമ്മനിയുടെ മുൻപിലേക്ക് 1930കളുടെ മധ്യത്തോടുകൂടി ഒരു വ്യക്തിയുടെ കടന്നുവരവുണ്ടായി. ആ വ്യക്തി അതിമനോഹരമായിട്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ പ്രസംഗങ്ങളിലൊക്കെ ഒരു കാര്യം മുഴച്ചു നിൽപ്പുണ്ടായിരുന്നു. ജർമ്മനിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാരുമല്ല, അതായത് നമ്മളാരുമല്ല, അതിൻ്റെ പിന്നിൽ വേറെ ചില ആളുകളാണ്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തിന് അത് വലിയൊരു ആശ്വാസമാണ്. കാരണം നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മളല്ല, നമ്മളെ ചതിച്ചതാണ്. അത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ശരിക്കും ഒരു മോട്ടിവേഷനാണ്. അതായത് നമ്മളെ ചതിച്ചിട്ടുള്ള ആ വ്യക്തികളെ ഇല്ലാതെയാക്കുക. അവരെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് സാധിക്കും. ഹിറ്റ്ലർ വിരൽ ചൂണ്ടുന്നത് 2-3 വിഭാഗങ്ങളെയാണ്. ഒന്ന് വേഴ്സേൽ സ്ട്രീറ്റിൽ ഒപ്പുവെച്ചിട്ടുള്ള സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ. മറ്റൊന്ന് ജൂതന്മാർ. ജൂതന്മാർക്കെതിരെ ആ കാലഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിവേചനമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ തീവ്രമായിട്ടുള്ള മതവിശ്വാസമാണ്. ഏതൊരു സമൂഹത്തിലാണെങ്കിലും വളരെ തീവ്രമായിട്ടുള്ള വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും എതിർപ്പുകൾ നേരിടേണ്ടി വരും. അത് ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ യൂറോപ്യൻ മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള വിശ്വാസവുമായിട്ട് പോയിട്ടുള്ള ഒരു ജനസമൂഹമാണ് ഈ ജൂതന്മാർ. മറ്റുള്ള ഒരു മതത്തിലും അത്രയും തീവ്രമായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജൂതന്മാർക്കെതിരെ ഒരുപാട് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കെതിരെ ഒരുപാട് ജനസമൂഹം തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂതന്മാരെ കുറ്റപ്പെടുത്താൻ വളരെ ഈസിയുമായിരുന്നു. ജൂതന്മാർക്ക് ആ കാലഘട്ടത്തിൽ ഒരുപാട് വ്യാവസായിക സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും വളരെയധികം സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ബാങ്കുകൾ ഉണ്ടായിരുന്നു. കാരണം ജൂതമത വിശ്വാസം അനുസരിച്ച് ബാങ്കിങ് മേഖലയിൽ അവർക്ക് ആവശ്യത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ബാങ്കുകൾ ആരംഭിക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ മറ്റ് മതങ്ങളിൽ ആ കാലഘട്ടത്തിൽ ബാങ്കുകൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പലിശ ഉപയോഗിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ പാപമായിരുന്നു. അങ്ങനെ ജൂതന്മാർ സാമ്പത്തികമായിട്ട് താരതമ്യേന ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യത്തിന് പിന്നിലുള്ള കാരണക്കാർ ജൂതന്മാരാണ്. കൂടാതെ 1-ാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ തോൽക്കാനുള്ള കാരണം അത് ശരിക്കും നമ്മളല്ല, നമ്മുടെ തെറ്റേ അല്ല. കാരണം നമ്മളെ ചതിച്ചതാണ്. നമ്മുടെ കൂടെ നിന്ന് കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും അതുപോലെ ജൂതന്മാരും നമ്മളെ ചതിച്ചതാണ്. നമ്മളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പൗരന്മാർ. നമ്മുടെ ജീൻ മറ്റുള്ളവരുടെ ജീനിനേക്കാൾ വ്യത്യസ്തമാണ്. നമ്മൾ ആര്യന്മാരാണ്. ആര്യന്മാരായിട്ടുള്ള നമ്മൾ വേണം ഈ ലോകം ഭരിക്കാനായിട്ട്. ജൂതന്മാർക്ക് അതിനുള്ള അവകാശമില്ല. അവർ നമ്മളെ ചതിക്കുകയാണ്. അവരെ ഇല്ലായ്മ ചെയ്യണം. എല്ലാ ജർമ്മൻകാരും എല്ലാ ആര്യന്മാരും ഒന്നിക്കണം. ആ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ മാത്രമല്ല ജർമ്മൻകാരുള്ളത്. ജർമ്മനിയോട് ചേർന്ന് കിടക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ, പോളണ്ടിൽ, അതുപോലെ ചെക്കോസ്ലൊവാക്കിയ, ഓസ്ട്രിയ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കോടിക്കണക്കിന് ജർമ്മൻകാരുണ്ട്. ഇങ്ങനെ ജർമ്മൻകാരെ എല്ലാം ചേർത്ത് വയ്ക്കുന്ന ഒരു വലിയ രാജ്യം ഉണ്ടാക്കിയെടുക്കണം. വീണ്ടും പഴയതുപോലെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ വളരെ മികച്ച ഒരു രാജ്യമാക്കി ജർമ്മനിയെ മാറ്റിയെടുക്കണം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളാണ് ആ മനുഷ്യൻ ജനസമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് വലിയ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. ആദ്യമൊന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല.
അദ്ദേഹം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ഹിറ്റ്ലർ എന്ന് തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം അദ്ദേഹം എന്ന പേര് ആ വ്യക്തിക്ക് ചാർത്തി കൊടുക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പല ആളുകൾക്കും അറിയാം. പക്ഷേ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിൽ നമുക്ക് ആ ക്രൂരതകൾ നേരിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഹിറ്റ്ലർ എന്ന ആ ക്രൂരനായിട്ടുള്ള വ്യക്തി, ആ വ്യക്തിയുടെ പ്രസംഗങ്ങൾ കേൾക്കാനുള്ള താല്പര്യത്തോടു കൂടി ആയിരക്കണക്കിന് ആളുകൾ ഒഴുകാൻ തുടങ്ങി. ആദ്യം 100 കണക്കിന് ആളുകളായിരുന്നു, പിന്നീട് ആയിരക്കണക്കിന് ആളുകളായിരുന്നു, പിന്നീട് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വ്യക്തിയായി ഹിറ്റ്ലർ മാറി. 1930 ജർമ്മൻ പാർലമെന്റ് ഇലക്ഷനിൽ ഹിറ്റ്ലറിന്റെ നാസി പാർട്ടിക്ക് 107 സീറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചു. 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് നടന്ന ഇലക്ഷനിൽ അതിനേക്കാളുമൊക്കെ സീറ്റ് മേടിച്ച് ഏറ്റവും മെജോറിറ്റി സീറ്റുകളുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി നാസി പാർട്ടി മാറി. 1932 അവർക്ക് 230 സീറ്റുകളാണ് കിട്ടിയത്. ജർമ്മനിയുടെ പ്രസിഡന്റായി മാറുക എന്ന് പറയുന്നത് ഹിറ്റ്ലറിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഇത്രയും സീറ്റുകൾ കിട്ടിയിട്ട് പോലും അന്ന് ഹിറ്റ്ലറിന് പ്രസിഡന്റ് ആകാൻ സാധിച്ചില്ല. അന്ന് പ്രസിഡന്റ് ആകുന്നത് ജർമ്മനിയുടെ 1-ാം ലോക മഹായുദ്ധത്തിലെ ഹീറോ ആയിരുന്ന ഹിൻഡൻബർഗ് ആണ്. പക്ഷേ ആ കാലഘട്ടത്തിലെ ഹിറ്റ്ലറിൻ്റെ പോപ്പുലാരിറ്റിയൊക്കെ കണ്ട് ഹിൻഡൻബർഗ് ഹിറ്റ്ലറിന് ജർമ്മനിയുടെ ചാൻസലർ പദവി കൊടുത്തു. 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം ജർമ്മൻ പാർലമെൻറ്റിൽ നടന്നു. അത് ശരിക്കും ഹിറ്റ്ലറിനൊരു അനുഗ്രഹമായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർലമെൻറ്റിന് തീവെച്ചു. വലിയ രീതിയിൽ സാമ്പത്തിക മാന്ദ്യമൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് പാർലമെൻറ്റിന് തീ വയ്ക്കുന്നത്. ആ തീ വെച്ചത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ഹിറ്റ്ലർ അത് ചൂണ്ടിക്കാണിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റുകാർ വിഷമാണ്, അവർ നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കും, നമ്മുടെ ശത്രുക്കളാണ്. അത് കൂടുതൽ ജർമ്മൻകാർ വിശ്വസിക്കാൻ തുടങ്ങി. കൂടാതെ ഇത് തന്നെ ഒരു അവസരമെന്ന് കരുതി ഹിറ്റ്ലർ വളരെ കർശനമായിട്ടുള്ള ചില നിയമങ്ങൾ പാസാക്കി. ഫ്രീഡം ഓഫ് സ്പീച്ച് ഒഴിവാക്കി, ഫ്രീഡം ഓഫ് ലിബർട്ടി ഒഴിവാക്കി. അതായത് സ്വാതന്ത്ര്യമില്ലാത്ത ഏകാധിപത്യത്തിൻ്റെ നാളുകളിലേക്ക് ജർമ്മനി വീണു പോവുകയാണ്. ജർമ്മനിയിൽ ആരെങ്കിലും ഹിറ്റ്ലറിനെതിരെ എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും കൊന്നുകളയുകയും ചെയ്യും. ഒരു വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന വ്യക്തികൾ, അത് വീട്ടുകാരായിരിക്കും, കുടുംബക്കാരായിരിക്കും, റിലേറ്റീവ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും. ആ ഫ്രണ്ട്സിൽ ചില ആളുകളൊക്കെ ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസായിരുന്നു. ഗെസ്റ്റപ്പോ എന്ന പേരിലാണ് ആ രഹസ്യ പോലീസുകാർ അറിയപ്പെട്ടിരുന്നത്. മിക്ക വീടുകളിലും രഹസ്യമായിട്ടുള്ള സന്ദേശങ്ങൾ ചോർത്തിയെടുക്കാനായിട്ട് അവിടെ പ്രത്യേകമായിട്ട് മൈക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ മൈക്കുകളിലൂടെ ആരൊക്കെയാണ് ഹിറ്റ്ലറിനെതിരെ സംസാരിക്കുന്നതെന്ന് ഈ ഗെസ്റ്റപ്പോ പോലീസുകാർ മനസ്സിലാക്കി. ഈ ഗെസ്റ്റപ്പോ പോലീസുകാരെ തന്നെ നിരീക്ഷിക്കാൻ വേറെയും ചില ചാര പോലീസുകാരുണ്ടായിരുന്നു. അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഒരു രീതിയിലുള്ള സ്വാതന്ത്ര്യവുമില്ലാതെ ജർമ്മൻ ജനത കഴിയാൻ തുടങ്ങി. ഹിറ്റ്ലറിന് വേഴ്സേൽ സ്ട്രീറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് പരമപുച്ഛമായിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കണ്ടെന്നാണ് അയാൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം അയാൾ ജർമ്മനിയുടെ പട്ടാളക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. 1,00,000 മാത്രമാണ് പരമാവധി പട്ടാളക്കാരെ അവർക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നത്. അത് 3,00,000 ഉയർത്തിക്കൊണ്ടുവന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ UK-യും ഫ്രാൻസും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് ഹിറ്റ്ലർ കേട്ടില്ല എന്ന് നടിച്ചു. ഈ സമയങ്ങളിലൊക്കെ അങ്ങ് ബ്രിട്ടനിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഹിറ്റ്ലറിനെ ചൂണ്ടിക്കാണിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഈ വ്യക്തിയെ സൂക്ഷിക്കുക, മറ്റൊരു ലോകമഹായുദ്ധത്തിന് കാരണമായിട്ട് ഈ വ്യക്തി മാറും. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരിട്ട് അയാളെ ആക്രമിക്കുകയാണെങ്കിൽ, അയാളുടെ സൈന്യത്തെ കീഴടക്കുകയാണെങ്കിൽ നമുക്ക് 2-ാം ലോക മഹായുദ്ധം ഒഴിവാക്കാൻ സാധിക്കും. പറയുന്നത് മറ്റാരുമല്ല, വിൻസൻ ചർച്ചിലാണ്. വിൻസൻ ചർച്ചിൽ ആ കാലഘട്ടത്തിൽ ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ഒന്നും ആയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായി. പക്ഷേ ആരും അത് ചെവി കേൾക്കാൻ മുതിർന്നില്ല. കാരണം ഇനിയൊരു യുദ്ധത്തിനോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല UK-യ്ക്കും ഫ്രാൻസിനും. അതുകൊണ്ട് ഈ ഹിറ്റ്ലർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അവർ കണ്ടില്ല എന്ന് നടിച്ചു. ജർമ്മനിയിൽ ഇനിയൊരു ഇലക്ഷൻ ഉണ്ടാകണ്ട എന്ന് ഹിറ്റ്ലർ തീരുമാനിച്ചു. ഇറ്റലിയിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും സകല രാഷ്ട്രീയ പാർട്ടികളെയും നിരോധിച്ചു. ആകെ ഒരൊറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ, അത് നാസി പാർട്ടിയാണ്. അതിനിടയിൽ ഹിറ്റ്ലറിന് മറ്റൊരു അവസരം കൂടി വീണ് കിട്ടുകയാണ്, ജർമ്മനിയുടെ പ്രസിഡന്റ് ആകാനുള്ള അവസരം. കാരണം 1934 ഹിൻഡൻബർഗ് മരണമടഞ്ഞു. ഹിറ്റ്ലർ അടുത്ത പ്രസിഡന്റായിട്ട് മാറി. അയാൾ സ്വയം തന്നെ പ്രഖ്യാപിച്ചു, ഞാൻ വെറും പ്രസിഡന്റ് അല്ല, ഞാൻ ഫ്യൂററാണ്. അങ്ങനെ ലോകത്തുള്ള സകല ആളുകളും തന്നെ ഫ്യൂറർ എന്ന് വിളിക്കണമെന്ന് അയാൾ ശഠിച്ചു.
ലോകത്ത് മുഴുവനും അത് നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിലും അയാൾക്ക് ജർമ്മനിയുടെ ഉള്ളിലെങ്കിലും അത് നടപ്പിലാക്കാൻ ഈ ഘട്ടത്തിൽ സാധിച്ചു. ജൂതന്മാർക്കെതിരെ കർശനമായിട്ടുള്ള പല നിയമ നടപടികളും അയാൾ കൊണ്ടുവന്നു. ജൂതന്മാർക്ക് ഒരു പൊതുസ്ഥലത്തൂടെ നടക്കാനുള്ള അവകാശമില്ല, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല, എന്തിന് അവർക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലം സ്വന്തമാക്കാൻ സാധിക്കില്ല, അവിടെ താമസിക്കാൻ സാധിക്കില്ല, എന്തിന് ഒരു സ്ഥലത്ത് പോയി നിൽക്കാനുള്ള അവകാശം പോലും ജൂതന്മാർക്ക് നിഷേധിക്കപ്പെട്ടു. നിർബന്ധമായിട്ടും എല്ലാ യുവാക്കളും പട്ടാളത്തിൽ ജോയിൻ ചെയ്യണമെന്നുള്ള ഒരു നിയമം കൂടി പാസ്സാക്കി. അതായത് വെഴ്സൈൽസ് ട്രീറ്റിയുടെ നഗ്നമായിട്ടുള്ള ഒരു ലംഘനമാണ് നടക്കുന്നത്. എല്ലാ യുവാക്കളെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ഒക്കെ വരുന്ന ഒരു വലിയ സേനയായിട്ട് ജർമ്മനി മാറി. ആ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് ജർമ്മനി വളരാൻ തുടങ്ങി. ഹിറ്റ്ലർ ഒരു വലിയ ക്രൂരനാണെങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം സമ്മതിച്ചേ മതിയാകൂ. സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞിരുന്ന ആ രാജ്യത്തെ വളരെയധികം കുറഞ്ഞ സമയം കൊണ്ട് ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് അയാൾ വളർത്തിയെടുത്തു. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായി. ഒരുപാട് വ്യാവസായിക സ്ഥാപനങ്ങൾ പുതിയതായിട്ട് ആരംഭിച്ചു. പ്രധാനമായിട്ടും യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യാവസായിക സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള വലിയ വലിയ വിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാനങ്ങളാണ് ഇത്തരത്തിൽ ഹിറ്റ്ലർ ആ കാലഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. 1936 മുസോളിനിയുടെ ഇറ്റലി ആഫ്രിക്കയിലെ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്ന ലീഗ് ഓഫ് നേഷൻ്റെ ഒരു ഭാഗമായിരുന്ന അബിസീനിയെ ആക്രമിച്ചു. അത് ലീഗ് ഓഫ് നേഷൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. പക്ഷേ നിയമമൊന്നും വകവയ്ക്കാതെ അത് ആക്രമിക്കുകയും ആ പ്രദേശം പിടിച്ചടക്കുകയും ചെയ്തു. 1936 തന്നെ സ്പെയിനിൽ ഒരു വലിയ ആഭ്യന്തര ലഹളയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന റിപ്പബ്ലിക്കൻസും നാഷണലിസ്റ്റുകളും തമ്മിലായിരുന്നു ലഹള ഉണ്ടായിരുന്നത്. നാഷണലിസ്റ്റുകൾക്ക് ഇറ്റലിയുമായിട്ടും ജർമ്മനിയുമായിട്ടും ഒരു മിലിറ്ററി കരാറുണ്ട്. അതായത് നാഷണലിസ്റ്റുകൾക്ക് എപ്പോഴാണോ ഒരു മിലിറ്ററി സഹായം ആവശ്യമുള്ളത് ആ സമയത്ത് ജർമ്മനിയും അതുപോലെ ഇറ്റലിയും സഹായിക്കാം. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഇറ്റലിയും ജർമ്മനിയും തമ്മിൽ ഒരു അലയുണ്ടാകുന്നത്. അതേ വർഷം തന്നെ ജർമ്മനി ജപ്പാനുമായിട്ട് ഒരു അലയുണ്ടാക്കിയെടുത്തു. ആ കാലഘട്ടത്തിൽ ജപ്പാൻ ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ജപ്പാൻ അത്രയും വലിയ ഒരു ശക്തിയായി മാറിയതെന്ന് വിവരിക്കുന്ന, ജപ്പാൻ്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം വിവരിക്കുന്ന ഒരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ ഒരു അലയുണ്ടാക്കുന്നതിന് 5 വർഷങ്ങൾക്ക് മുമ്പ് 1931 ചൈനയുടെ കിഴക്കൻ മേഖലകളിൽ കുറേയധികം പ്രദേശങ്ങൾ ജപ്പാൻ പിടിച്ചെടുത്തിരുന്നു. ഈ പിടിച്ചെടുത്ത സ്ഥലം മഞ്ചൂറി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ വിവരിക്കുന്ന സിനിമയാണ് ലാസ്റ്റ് എംപറർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ലാസ്റ്റ് എംപറർ. മഞ്ചൂറിയ പിടിച്ചെടുത്തതിന് ശേഷം ജപ്പാൻ ചൈനയുടെ മറ്റ് പ്രദേശങ്ങൾ കൂടി കൈയേറാൻ ശ്രമിച്ചു. അതിനു പുറമെ ഈ മഞ്ചൂറിയോടും ചൈനയോടും ചേർന്ന് കിടക്കുന്ന മഞ്ചൂറിയയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു വലിയ രാജ്യമാണ് മംഗോളിയ. മംഗോളിയ ആ കാലഘട്ടത്തിൽ USSRൻ്റെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഒരു സഖ്യകക്ഷിയാണ്. ചൈനയെ പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ മംഗോളിയയും കുറേശ്ശെയായിട്ട് ആക്രമിക്കാൻ മഞ്ചൂരിയ അല്ലെങ്കിൽ ജപ്പാൻ തീരുമാനിച്ചു. 1936 ഈ സംഭവം നടക്കുന്നത്. ജപ്പാൻ മംഗോളിയയും ചൈനയും ഒക്കെ കീഴടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ജർമ്മനി വേറെ ചില പദ്ധതികൾ നടപ്പിലാക്കുകയായിരുന്നു. ഒരു ഒറ്റ ജർമ്മൻ രാജ്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അവർ ഓസ്ട്രിയയെ പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചു. നേരിട്ടൊരു യുദ്ധവുമായിട്ട് അവർ പോകുന്നില്ല, കാരണം ഓസ്ട്രിയയ്ക്ക് ആ കാലഘട്ടത്തിൽ ഒരു വലിയ സൈനിക ശക്തിയൊന്നുമില്ല. പക്ഷേ ജർമ്മനി ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിട്ട് ആ ഘട്ടത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. ഓസ്ട്രിയയോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുക, കാരണം ജർമ്മൻകാരാണ് ഓസ്ട്രിയയിലുള്ളത്, അത് ഞങ്ങളുടെ ഭാഗമായി മാറേണ്ട ആളുകളാണ്, ഞങ്ങളുടെ ഭാഗമായി മാറേണ്ട പ്രദേശമാണ്. ഓസ്ട്രിയയുടെ പക്കൽ സൈനിക ശക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ UK-യുടെയും ഫ്രാൻസിൻ്റെയും സൈനിക ശക്തി ആവശ്യപ്പെട്ടു. പക്ഷേ ഈ 2 രാജ്യങ്ങളും അത് ഇഗ്നോർ ചെയ്യുകയാണ്. അവർ കാര്യമായിട്ടൊന്നും ഇടപെടുന്നില്ല. കാരണം അവർക്ക് ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇത് ജർമ്മനിക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി. പ്രഷർ താങ്ങാൻ സാധിക്കാതെ ഒടുവിൽ ഓസ്ട്രിയയ്ക്ക് പൂർണ്ണമായിട്ടും കീഴടങ്ങേണ്ടി വന്നു. കാര്യമായിട്ട് യുദ്ധമൊന്നും ചെയ്യാതെ ഓസ്ട്രിയയെ പിടിച്ചെടുക്കാൻ ജർമ്മനിക്ക് സാധിച്ചു. ജർമ്മനിയോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു രാജ്യമാണ് ചെക്കോസ്ലോവാക്കിയ. ചെക്കോസ്ലോവാക്കിയയുടെ ജർമ്മൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് സുഡറ്റൻ ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സുഡറ്റൻ ലാൻഡിൽ കോടിക്കണക്കിന് ജർമ്മൻകാരുണ്ട്. ഈ ജർമ്മൻകാരും ജർമ്മനിയുടെ ഭാഗമായി മാറേണ്ടതാണ്. അതുകൊണ്ട് അടുത്ത വാണിംഗ് പോകുന്നത് ചെക്കോസ്ലോവാക്കിയയ്ക്കാണ്. ചെക്കോസ്ലോവാക്കിയോട് പറഞ്ഞു, ഈ സുഡറ്റൻ ലാൻഡ് ഞങ്ങളുടെ പ്രദേശമാണ്,
അത് ഞങ്ങൾക്ക് തരിക, ബാക്കി പ്രദേശങ്ങൾ നിങ്ങൾ എടുത്തോളൂ, കാരണം അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് വേണ്ടത് ജർമ്മൻകാരടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ്. ചെക്കോസ്ലോവാക്കിയയും ഓസ്ട്രിയ ചെയ്തതുപോലെ തന്നെ UK-യുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ സഹായം ആവശ്യപ്പെട്ടു. ഈ കാലഘട്ടങ്ങളിലൊക്കെ വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നുണ്ട് ഹിറ്റ്ലറിനെ മെരുക്കണം, എത്രയും പെട്ടെന്ന് ചെക്കോസ്ലോവാക്കിയെ സഹായിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ആവശ്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ വിൻസ്റ്റൺ ചർച്ചിൽ അത്ര ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനോടൊപ്പമൊന്നും ആയിട്ടും ഉണ്ടായിരുന്നില്ല. ചെക്കോസ്ലോവാക്കിയയ്ക്കും രക്ഷയുണ്ടായിരുന്നില്ല. അവരെയും സഹായിക്കാൻ ആരും വന്നില്ല. ജർമ്മനി അവരുടെ ഈ സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്ന പ്രദേശം ആക്രമിച്ചു. ആ പ്രദേശം മാത്രമല്ല, അവിടെ ഒരു യുദ്ധം നടന്നതിനെ തുടർന്ന് അത് കഴിഞ്ഞിട്ടുള്ള ചെക്കോസ്ലോവാക്കിയയുടെ കുറേയധികം ഏരിയ കൂടി പിടിച്ചടക്കാൻ ജർമ്മനിക്ക് സാധിച്ചു. ജർമ്മനി പൂർണ്ണമായിട്ടും ചെക്കോസ്ലോവാക്കിയ കീഴടക്കിയില്ല, പക്ഷേ ചെക്കോസ്ലോവാക്കിയ എന്ന രാജ്യം അതോടുകൂടി ഇല്ലാതെയായി. അവരുടെ ഏതാണ്ട് പകുതിയോളം വരുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അത് ജർമ്മനിയുടെ ഭാഗമാക്കി മാറ്റി. അവശേഷിക്കുന്ന ഭാഗം സ്ലോവാക്കി എന്ന് പറയുന്ന മറ്റൊരു രാജ്യമായിട്ട് മാറി. 1939 ഹംഗറിയും ജർമ്മനിയുടെ ഭാഗമായിട്ട് മാറി. അടുത്തതായി ഹിറ്റ്ലർ ലക്ഷ്യം വെക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളായിരുന്ന പോളണ്ടാണ്. പക്ഷേ പോളണ്ടിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ UK-യും ഫ്രാൻസും കൊടുത്തിട്ടുണ്ട്, നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പോളണ്ടിനെ ലക്ഷ്യം വെച്ചപ്പോൾ തന്നെ UK-യും ഫ്രാൻസും വാണിംഗ് കൊടുത്തു. പോളണ്ടിലേക്ക് അതിക്രമിച്ച് കയറരുത്, നിങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ലോകമഹായുദ്ധത്തിന് കാരണമായി മാറും. പക്ഷേ ഹിറ്റ്ലർ അതൊന്നും ചെവിക്കൊള്ളാൻ കൂട്ടാക്കിയില്ല. ഹിറ്റ്ലർ പോളണ്ടിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ പ്രദേശങ്ങളാണ് നിങ്ങളുടെ രാജ്യമായിട്ട് വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രദേശമൊക്കെ ഞങ്ങൾക്ക് തിരികെ തരണം, അത് തിരികെ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വില നൽകേണ്ടി വരും. പക്ഷേ പോളണ്ട് അതൊന്നും ചെവിക്കൊണ്ടില്ല. പോളണ്ട് ഉടനെ തന്നെ ഫ്രാൻസിനെയും UK-യും കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവരോട് പറഞ്ഞു, അവർ സഹായിക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്തു. ഉടൻ തന്നെ ഒരു യുദ്ധം ആരംഭിക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ കാലഘട്ടമായപ്പോഴേക്കും ജപ്പാൻ്റെ ഏരിയയിൽ, അതായത് ഈ മഞ്ചൂരിയ നിൽക്കുന്ന പ്രദേശത്ത് കാര്യങ്ങൾ കുറച്ചുകൂടെ ഗുരുതരമായിട്ട് മാറി. മംഗോളിയെ അവരൊന്ന് ചൊറിയാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയൻ ഇടപെട്ടു. സോവിയറ്റ് യൂണിയൻ തിരിച്ച് മഞ്ചൂരിയയെ അല്ലെങ്കിൽ ജപ്പാനെ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ ജപ്പാന് വലിയ നഷ്ടമുണ്ടായി. പക്ഷേ മഞ്ചൂരിയ എന്ന പ്രദേശം അവർക്ക് ആ ഘട്ടത്തിൽ നഷ്ടമാകുന്നില്ല. മഞ്ചൂരിയയിൽ നിന്നുമുള്ള അവരുടെ ആക്രമണങ്ങൾ അതോടുകൂടി അവർ അവസാനിപ്പിച്ചു. ഇനി സോവിയറ്റ് യൂണിയൻ ശക്തമായിട്ടുള്ള ഈ പ്രദേശത്ത് കൂടുതലായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ജപ്പാൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റ് പല ഐലൻഡുകളും കീഴടക്കാനായിട്ട് ജപ്പാൻ തീരുമാനിച്ചു. ജപ്പാനും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്നിരുന്ന യുദ്ധം അത് ബാറ്റിൽ ഓഫ് ഖാൽഖിൻ ഗോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ യുദ്ധത്തിൽ ജർമ്മനിയുടെ ഒരു സഹായം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ പരാജയപ്പെടുകയില്ലായിരുന്നു. ഉറപ്പായിട്ടും ജർമ്മനിയുടെ സഹായത്താൽ ആ പ്രദേശങ്ങൾ കീഴടക്കാൻ ജപ്പാന് സാധിച്ചിരുന്നേനെ. ജർമ്മനിയുടെ സഹായം ജപ്പാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ ഘട്ടത്തിൽ ജർമ്മനിക്ക് ജപ്പാനെ സഹായിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവർ അതിനേക്കാൾ വലിയൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള പദ്ധതികൾ അവർ മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വലിയൊരു സൈനിക ശക്തി അവർക്ക് ആവശ്യമായിരുന്നു. ജപ്പാനിലേക്ക് പെട്ടെന്നൊരു സേനയെ അയക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അവരുടെ പദ്ധതി എന്ന് പറയുന്നത് പോളണ്ടിനെ കീഴടക്കുക എന്നതാണ്. പോളണ്ടിനെ കീഴടക്കുന്നതിന് മുൻപ് അവർ സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു കരാറുണ്ടാക്കി. ഒരു രഹസ്യ കരാറാണ്. ശരിക്കും പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ ഏറ്റവും വലിയ ശത്രു അത് സോവിയറ്റ് യൂണിയനാണ്. ആ ഏറ്റവും വലിയ ശത്രുവുമായിട്ടാണ് ഒരു കരാറുണ്ടാക്കിയത്. ഞങ്ങൾ പോളണ്ടിനെ ആക്രമിക്കും, പോളണ്ടിനെ ആക്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളെ ആക്രമിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോളണ്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഉള്ള പ്രദേശങ്ങളൊക്കെ കീഴടക്കാം. കാരണം ആ പ്രദേശങ്ങളൊക്കെ ഈ റഷ്യൻ റവല്യൂഷൻ നടക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ റഷ്യയുടെ ഭാഗമായിരുന്നു. പോളണ്ട് പകുതി ഭാഗം ജർമ്മനിയുടെയും പകുതി ഭാഗം റഷ്യയുടെയും ഭാഗമായിരുന്നു. പിന്നീട് 1917 റഷ്യൻ റവല്യൂഷൻ നടന്നപ്പോൾ അവർക്ക് യുദ്ധത്തിൽ നിന്നൊന്ന് പിന്തിരിയേണ്ടി വന്നു. 1917 റഷ്യൻ റവല്യൂഷനെ തുടർന്ന് ലെനിൻ്റെ കീഴിലുള്ള ബോൾഷെവിക് പാർട്ടിയാണ് അന്ന് ആ പ്രദേശം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ യുദ്ധത്തിലേക്ക് പോകാതെ ആ പ്രദേശങ്ങളൊക്കെ ജർമ്മനിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. പിന്നീടാണ് അത് പോളണ്ട് എന്ന രാജ്യത്തിന് കാരണമായി മാറിയത്, പോളണ്ട് എന്ന രാജ്യം ഉണ്ടായി വന്നത്. ഹിറ്റ്ലർ USSRനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ശല്യപ്പെടുത്തരുത്, ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തത്തില്ല, നിങ്ങൾക്ക് പോളണ്ടിൻ്റെ പകുതി ഭാഗങ്ങൾ കീഴടക്കാം, ബാക്കി ഞങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള പകുതി ഭാഗങ്ങൾ ഞങ്ങൾ കീഴടക്കും. അങ്ങനെ പരസ്പരം ശത്രുക്കളായിട്ടുണ്ടായിരുന്ന സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിൽ ഒരു ചെറിയ ഉടമ്പടി കുറച്ച് നാളത്തേക്കെങ്കിലും ഉണ്ടായി. അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷമാണ് ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കാൻ തുടങ്ങുന്നത്.
1939 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് ആ യുദ്ധം ആരംഭിക്കുന്നത്. അന്ന് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധവും തുടങ്ങുന്നത്. 1939 സെപ്റ്റംബർ മാസം 1-ാം തീയതി പോളണ്ടിനെ ജർമ്മനി ആക്രമിക്കുന്ന ആ ദിവസം തന്നെ UK-യും ഫ്രാൻസും, അല്ലെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ, അവർ ആക്രമിച്ചിരുന്നില്ല, അവർ സൈന്യത്തെ മൊബിലൈസ് ചെയ്തിരുന്നില്ല. അതിൻ്റെ കാരണം ഹിറ്റ്ലറിൻ്റെ കൂർമ്മ ബുദ്ധിയായിരുന്നു. ഹിറ്റ്ലർ 1-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ചിരുന്ന തന്ത്രങ്ങളല്ല ഇവിടെ ഉപയോഗിച്ചത്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകളും പ്ലാനിങ്ങുകളുമാണ് ഓരോ യുദ്ധത്തിനും മുൻപ് അയാൾ നടത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുത്തു. ഒരു രീതിയിലുള്ള മുന്നറിയിപ്പും കൊടുക്കാതെ, യുദ്ധം തുടങ്ങുമെന്നുള്ള ഒരു സൂചനയും കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ആക്രമിക്കുക. അതുകൊണ്ട് തന്നെ ശത്രു രാജ്യത്തിന് അവരുടെ സേനയെ മൊബിലൈസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പോളണ്ടിന് നല്ലൊരു സേനയുണ്ട്. 13 ലക്ഷത്തോളം വരുന്ന സേനയാണ് ആ ഘട്ടത്തിലുള്ളത്. ആ ഘട്ടത്തിൽ ജർമ്മനിക്ക് ഉണ്ടായിരിക്കുന്നത് വെറും 10 ലക്ഷത്തോളം വരുന്ന ഒരു സേനയാണ്. എന്നാൽ യുദ്ധത്തിൻ്റെ തുടക്കഘട്ടത്തിൽ ഈ പോളണ്ടിൻ്റെ സേന ഒട്ടും തന്നെ മൊബിലൈസ്ഡ് ആയിരുന്നില്ല. അവർ പല ഭാഗങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ അവരുടെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു പ്രദേശം തന്നെ നോക്കിക്കണ്ട് ആദ്യമായിട്ട് ജർമ്മനിയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായി. ആദ്യം അവർ ആക്രമിക്കുന്നത് വിമാനങ്ങൾ അല്ലെങ്കിൽ ഫൈറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ഫൈറ്റർ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ ദുർബലമായിട്ടുള്ള ഒരു പ്രദേശത്തെ ആദ്യം ആക്രമിക്കുന്നു. അതിൻ്റെ പിന്നാലെ അവരുടെ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന നൂതനമായിട്ടുള്ള പാൻസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ടാങ്കുകൾ അവിടേക്ക് യാത്ര ചെയ്തു. അതിനോടൊപ്പം അനേകം വരുന്ന ജർമ്മൻ പട്ടാളക്കാരും യാത്ര ചെയ്തു. ജർമ്മനിയുടെ സേന അത് എണ്ണത്തിൽ അല്പം കുറവാണെങ്കിൽ പോലും അവർ ഉപയോഗിക്കുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള വെപ്പൺസ് ആയിരുന്നു. ടാങ്കുകളും അതുപോലെ അവരുടെ വിമാനങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണ്. വളരെയധികം ചുരുങ്ങിയ ചില വർഷങ്ങൾ കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ടാങ്കുകളും ഏറ്റവും മികച്ച വിമാനങ്ങളും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അതേസമയം 13 ലക്ഷം സേന ഉണ്ടായിരുന്ന പോളണ്ടിന് കാര്യമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. വളരെ പഴക്കം ചെന്ന ആയുധങ്ങളാണ് അവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. അവർ ഈ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കുതിരപ്പടയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ജർമ്മനി അവരുടെ വളരെ മോഡേൺ ആയിട്ടുള്ള ടാങ്കുകളുമായിട്ട് വരുമ്പോൾ ആ ടാങ്കുകളെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത് കുതിരപ്പടയാണ്. ആ കുതിരപ്പടയിലുള്ള സൈനികരുടെ കയ്യിൽ തോക്കുണ്ട്. ആ തോക്ക് ഉപയോഗിച്ചിട്ട് അവർ ഈ ടാങ്കിനെ വെടിവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ. ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള നടപടിയും ഉണ്ടായില്ല. ജർമ്മനി ഒരു ഭാഗത്തു നിന്നും അറ്റാക്ക് ചെയ്തു തുടങ്ങി. ജർമ്മനിയുടെ പോളണ്ടിനെതിരെയുള്ള ഈ മിന്നൽ ആക്രമണം ഒരു പ്രത്യേക സ്ട്രാറ്റജിയാണെന്ന് ഞാൻ പറഞ്ഞു. ആ സ്ട്രാറ്റജി അറിയപ്പെടുന്നത് ബ്ലിറ്റ്സ് ക്രൈഗ് എന്ന പേരിലാണ്, അല്ലെങ്കിൽ ലൈറ്റ്നിങ് വാർ. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും, വളരെയധികം ഇഴഞ്ഞാണ് ആ യുദ്ധം നടന്നത്. ഒരു 10 കിലോമീറ്റർ കീഴടക്കണമെങ്കിൽ 1-2 വർഷങ്ങൾ പോലും വേണ്ടി വന്നിട്ടുണ്ട്. അതിനിടയിൽ ലക്ഷക്കണക്കിന് പട്ടാളക്കാർ മരിച്ചിട്ടുമുണ്ട്. പക്ഷേ ജർമ്മനിയുടെ ഈ നൂതനമായിട്ടുള്ള സ്ട്രാറ്റജി ഇതിനെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലായിരുന്നു. ദിവസങ്ങൾ കൊണ്ടാണ് പോളണ്ടിൻ്റെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള മേഖലകളൊക്കെ കീഴടക്കാൻ ജർമ്മനിക്ക് സാധിച്ചത്. യുദ്ധം തുടങ്ങി വെറും 8 ദിവസങ്ങൾ കഴിഞ്ഞ് സെപ്റ്റംബർ മാസം 8-ാം തീയതി ആയപ്പോൾ ജർമ്മനി പോളണ്ടിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള വാർസോ വരെ പിടിച്ചെടുത്തു. ഇതൊരു സുവർണ അവസരമായി എടുത്തിരുന്ന സ്റ്റാലിൻ അവർ പോളണ്ടിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നും ആക്രമിച്ച് ഏകദേശം പകുതിയോളം പ്രദേശങ്ങൾ കീഴടക്കി. അതുകൊണ്ട് തന്നെ പോളണ്ടിന് ഒരേ സമയം 2 വ്യത്യസ്തമായിട്ടുള്ള ദിശകളിൽ നിന്ന് അവരുടെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. 13 ലക്ഷത്തോളം വരുന്ന സേനയാണെന്ന് ഞാൻ പറഞ്ഞു. ആ സേന കൊണ്ടൊന്നും മതിയാവുകയില്ലെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായി. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ പോലും തോക്കുകൾ വെച്ചു കൊടുത്തു. അവരും അവരുടെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് മാറി. കൂടുതലായി സൈന്യം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ശത്രുക്കൾ അത്രയും പവർഫുള്ളാണ്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അത്രയധികം മോഡേണൈസ്ഡും ആയിരുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് പോളണ്ടിൽ സംഭവിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളെയും കൊന്നു തള്ളുകയാണ് ജർമ്മനിയും റഷ്യയും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും. അവിടെ ഉണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന സ്ത്രീകളെ വരെ ക്രൂരമായിട്ട് ബലാത്സംഗത്തിന് ഇരയാക്കി. ലക്ഷക്കണക്കിന് പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. പക്ഷേ ക്രൂരമായി ബലാത്സംഗത്തിലൂടെ കൊന്നിട്ടുള്ള ആളുകളുടെ കണക്കുകളൊന്നുമില്ല. പോളണ്ട് എന്ന രാജ്യം, ആ രാജ്യം പുതുതായിട്ട് ഉണ്ടായി വന്നതാണ്, അല്ലെങ്കിൽ വീണ്ടും ഉണ്ടായി വന്നതാണ്. ഒരു കാലത്തുണ്ടായിരുന്നു, പിന്നീട് അത് അപ്രത്യക്ഷമായി. വെഴ്സൈൽസ് ട്രീറ്റിയിലൂടെ അത് വീണ്ടും ഉണ്ടായി വന്നതാണ്. അങ്ങനെ ആ രാജ്യത്തെ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു.
അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടു വന്നതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയായത്. അവിടെ ഉണ്ടായിരുന്ന സകലരെയും ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. യുദ്ധം ആരംഭിച്ച് 27 ദിവസങ്ങൾ കഴിഞ്ഞു. സെപ്റ്റംബർ മാസം 27-ാം തീയതി ആയപ്പോൾ പോളണ്ടിന് അവശേഷിക്കുന്നത് ഒരൊറ്റ ഡിവിഷൻ പട്ടാളക്കാർ മാത്രം. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ യുദ്ധം നീണ്ടുപോയുള്ളൂ. ഒക്ടോബർ മാസം 6-ാം തീയതി ആയപ്പോൾ അവശേഷിക്കുന്ന വളരെയധികം കുറച്ച് മാത്രമുള്ള പോളണ്ട് പട്ടാളക്കാർ കീഴടങ്ങി. ജർമ്മനിയുടെ ആക്രമണത്തെ തുടർന്ന് 70,000-ഓളം വരുന്ന പോളണ്ട് പട്ടാളക്കാർ മരണമടഞ്ഞു. സോവിയറ്റ് യൂണിയന്റെ ആക്രമണത്താൽ 50,000-ഓളം വരുന്ന പട്ടാളക്കാരാണ് കൊല ചെയ്യപ്പെട്ടത്. ഇതിനേക്കാളൊക്കെ കൂടുതൽ ആളുകൾ ജീവച്ഛവമായിട്ട് മാറി. അവരുടെ കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ട് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ അകപ്പെട്ടു പോയി. വേറെയും ഒരുപാട് പട്ടാളക്കാരുണ്ട്. അതിൽ വലിയൊരു സംഖ്യ പട്ടാളക്കാരെ തടവ് പുള്ളികളാക്കി മാറ്റി. 7 ലക്ഷത്തോളം വരുന്ന സൈനികരെയാണ് ജർമ്മനി തടവ് പുള്ളികളാക്കി മാറ്റിയത്. അതേസമയം സോവിയറ്റ് യൂണിയൻ തടവ് പുള്ളികളാക്കി മാറ്റിയത് 3 ലക്ഷത്തോളം വരുന്ന പോളിഷ് പട്ടാളക്കാരെയാണ്. 1.5 ലക്ഷത്തോളം വരുന്ന പോളിഷ് പട്ടാളക്കാർ ആ പ്രദേശത്തു നിന്നും ഓടി രക്ഷപ്പെട്ട് ബ്രിട്ടനിൽ അഭയം തേടുകയും പിന്നീട് ബ്രിട്ടീഷ് സേനയുടെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു. ഈ പറഞ്ഞതൊക്കെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഒരു 35-40 വയസ്സ് വരെ പ്രായമുള്ള ആളുകളുടെ കണക്കുകൾ മാത്രമാണ്. ബാക്കിയുള്ള പ്രായം ചെന്ന ആളുകളുടെ കണക്കുകളൊന്നും ലഭ്യമായിട്ടില്ല. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുകയായിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യമാണ് ഏറ്റവും കഷ്ടം. അവരിൽ നല്ലൊരു ശതമാനം ആളുകളും ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയായി. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും മരണമടയുകയും ചെയ്തു. ഇത് നാസികൾ നടത്തിയിട്ടുള്ള ഒരു കുറ്റകൃത്യമല്ല. കമ്മ്യൂണിസ്റ്റുകാർ, സ്റ്റാലിൻ്റെ റെഡ് ആർമി കൂടി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ്. അവർ വലിയ രീതിയിലുള്ള ഒരു വംശഹത്യയാണ് പോളണ്ടിൽ അന്ന് നടപ്പിലാക്കിയത്. ഇതെല്ലാം നടന്നത് വെറും 30 ദിവസങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് കൂടി ചിന്തിക്കണം. 30 ദിവസം കൊണ്ട് ഒരു രാജ്യം അപ്പാടെ നശിപ്പിക്കപ്പെട്ടു. അത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു രാജ്യം വേറെ ഉണ്ടായിരിക്കില്ല. വേറെ നമുക്ക് ഒരുപാട് രാജ്യങ്ങളുടെ പേര് പറയാൻ സാധിക്കും. പക്ഷേ അതൊക്കെ നൂറ്റാണ്ടുകൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ള മരണങ്ങളുടെയും പീഡനങ്ങളുടെയും കഥയാണ്. ഇത് വെറും ഒരൊറ്റ മാസത്തിൽ തന്നെയാണ് ആ രാജ്യം പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടത്. സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒന്നിച്ച് പോളണ്ടിനെ കീഴടക്കിയെങ്കിൽ പോലും രണ്ട് കൂട്ടരും ശരിക്കും വലിയ ശത്രുക്കളാണ്. ഹിറ്റ്ലറിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന് മോശമല്ലാത്തൊരു ഭയം ഹിറ്റ്ലറിനോടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജർമ്മനിയോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവരുടെ അതിർത്തികൾ കൂടുതൽ ശക്തമാക്കാനായിട്ട് ശ്രമിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ ഉത്തരഭാഗത്തായിട്ട് വരുന്ന അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ലെനിൻഗ്രാഡ്. ആ ലെനിൻഗ്രാഡ് ശരിക്കും ഫിൻലൻഡുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ഫിൻലൻഡ് എപ്പോൾ വേണമെങ്കിലും ജർമ്മനിയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് മാറുമെന്ന് സ്റ്റാലിൻ ഭയപ്പെട്ടു. അങ്ങനെ സഖ്യകക്ഷിയായി മാറിക്കഴിഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ട ലെനിൻഗ്രാഡ് എന്ന പ്രദേശം ഹിറ്റ്ലറിൻ്റെ കയ്യിലായി പോകും. അത് ഒഴിവാക്കാനായി സ്റ്റാലിൻ ഫിൻലൻഡിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ ലെനിൻഗ്രാഡിനോട് ചേർന്ന് കിടക്കുന്ന നിങ്ങളുടെ പ്രദേശങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരണം. പക്ഷേ ഫിൻലൻഡ് അത് കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഫിൻലൻഡിന് ആ കാലഘട്ടത്തിൽ കാര്യമായിട്ടുള്ള ഒരു സൈനിക ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോളണ്ടിനെ എങ്ങനെയാണോ കീഴടക്കിയത് അതേ രീതിയിൽ പൂർണ്ണമായിട്ടും ഫിൻലൻഡിനെ കീഴടക്കാൻ സാധിക്കുമെന്ന് സ്റ്റാലിൻ വ്യാമോഹിച്ചു. പക്ഷേ അതൊരു വ്യാമോഹം മാത്രമായിരുന്നു. ഫിൻലൻഡ് വളരെ വിദഗ്ധമായി തന്നെ സ്റ്റാലിൻ്റെ ആക്രമണത്തെ അവർ ഡിഫെൻഡ് ചെയ്തു. ഇത് ഹിറ്റ്ലറിന് വലിയൊരു സൂചനയാണ് കൊടുത്തത്. വിചാരിക്കുന്നത് പോലെ അത്ര ഭയങ്കരമായിട്ടുള്ളൊരു രാജ്യമൊന്നുമല്ല സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയൻ. പണ്ടത്തെ റഷ്യയേക്കാൾ കൂടുതൽ ദുർബലമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. കാരണം അവർക്ക് കാര്യമായിട്ടുള്ള ഒരു സൈനിക ബലമില്ലെന്ന്, അവർക്ക് കാര്യമായിട്ടുള്ള മോഡേണൈസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഇല്ലെന്ന് ജർമ്മനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം വളരെ ദുർബലമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഫിൻലൻഡ്. ആ ഫിൻലൻഡിനെ പോലും ശരിക്കും ഒന്ന് കീഴടക്കാൻ ഈ റഷ്യയ്ക്ക് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന് സാധിച്ചില്ല. അത് അവരുടെ വലിയൊരു വീക്ക്നെസ് ആയിട്ട് ഹിറ്റ്ലറിന് മനസ്സിലായി. ഹിറ്റ്ലർ ഇത് മനസ്സിലാക്കിയ കാര്യം സ്റ്റാലിനും ഏതാണ്ട് ബോധ്യമായി. ഫിൻലൻഡിനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുക്കാൻ സാധ്യമായില്ലെങ്കിൽ പോലും അവരാഗ്രഹിച്ചതുപോലെ സ്റ്റാലിൻ ഗ്രാഡിനോട് ചേർന്ന് കിടക്കുന്ന കുറേയധികം പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താൻ സോവിയറ്റ് യൂണിയന് സാധിച്ചു. ജർമ്മനിക്ക് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കണം, ഒരുപാട് ടാങ്കുകൾ ഉണ്ടാക്കണം, അവരുടെ വ്യാവസായിക സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം. അതിന് കൂടുതലായിട്ട് അയൺ ഓറുകൾ അവർക്ക് ലഭ്യമാകണം. അവർക്ക് കിട്ടാവുന്നിടത്തു നിന്നുള്ള അയൺ ഓറുകളൊക്കെ അവർ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ അയൺ ഓറുകൾ ഇനിയും അത്യാവശ്യമായിട്ട് വേണം. ഇനി അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു രാജ്യമുണ്ട്, അത് സ്വീഡനാണ്. എന്നാൽ സ്വീഡൻ ഇവരുടെ പ്രദേശത്തു നിന്നും ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ്. കൂടാതെ ഇവർ നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമല്ല. എങ്ങനെയാണ് സ്വീഡനിൽ നിന്നും കൂടുതലായിട്ട് അയൺ ഓറുകൾ ഇവരുടെ രാജ്യത്ത് എത്തിക്കാൻ സാധിക്കുക?
അതിന് പ്രധാനപ്പെട്ട കുറേയധികം വെല്ലുവിളികളുണ്ട്. ജർമ്മനിയുടെ ഉത്തരഭാഗത്തായിട്ടാണ് നോർത്ത് സീ. നോർത്ത് സീ കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം പടിഞ്ഞാറ് ഉത്തരഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഉത്തര പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്ന പ്രദേശമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് എന്ന വലിയ ഒരു ദ്വീപ് രാഷ്ട്രം. അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട്, അതായത് ജർമ്മനിയുടെ ഉത്തര കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന ഒരു രാജ്യമാണ് ഡെൻമാർക്ക്. അതൊരു ചെറിയ രാജ്യമാണ്. ആ ഡെൻമാർക്കിനോട് ചേർന്ന് തന്നെ മുകളിലേക്ക് പോകുന്ന, നീളത്തിൽ പോകുന്ന ഒരു രാജ്യമുണ്ട്. അത് നോർവേ ആണ്. നോർവേയുടെ വടക്ക് കിഴക്കേ അറ്റത്ത് എത്തിച്ചേരാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും കരമാർഗം വലിയ ദൂരമൊന്നുമില്ല സ്വീഡനിലെ ആ മൈനുകളിലേക്ക്. ആ മൈനുകളുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവിടെ നിന്നും അയൺ ഓറുകൾ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ പറയും പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. നോർത്ത് സീയിലൂടെ വേണം ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ. നോർത്ത് സീയിലൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ബ്രിട്ടന് ഏറ്റവും കൂടുതൽ അധികാരമുള്ള, അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു മേഖലയാണ് ഈ മേഖല. ആ മേഖലയിലൂടെ ബ്രിട്ടൻ്റെ കണ്ണു വെട്ടിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ രണ്ടും കൽപ്പിച്ച് ജർമ്മനിയുടെ സകല നാവിക പടയും ഉപയോഗിച്ച് നോർവേയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ അതിർത്തി പ്രദേശങ്ങൾ, ആ കടൽ പ്രദേശങ്ങളൊക്കെ ഇവർ പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചു. ഈ സമയത്തൊക്കെ തന്നെയും ബ്രിട്ടൻ ഒരു രീതിയിലുള്ള സൈനിക നടപടിയും എടുക്കുന്നില്ല. അവർ യുദ്ധത്തിലേക്കൊന്നും പോകണ്ട എന്ന രീതിയിൽ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കണ്ട് ഇരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ സമുദ്രഭാഗങ്ങളൊക്കെ കീഴ്പ്പെടുത്താനും അതിനോട് ചേർന്ന് കിടക്കുന്ന ഡെൻമാർക്കും അതുപോലെ നോർവേയും പിടിച്ചടക്കാനും ജർമ്മനിക്ക് സാധ്യമായി. അതിനെ തുടർന്ന് വളരെ ഈസി ആയിട്ട് സ്വീഡനിൽ നിന്നും കൂടുതലായിട്ട് ഇരുമ്പൈരികൾ അവരുടെ രാജ്യത്ത് കൊണ്ടുവരാനും സാധിച്ചു. ഇത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ബ്രിട്ടനിൽ ഉണ്ടാക്കിയത്. കാരണം ബ്രിട്ടന് വളരെ ഈസി ആയിട്ട് തന്നെ ജർമ്മനിയുടെ ഈ നാവികപ്പടയെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ നാവികപ്പട അത് റോയൽ നേവി ഫോഴ്സ് ആണ്, ബ്രിട്ടൻ്റെ നേവി ഫോഴ്സ് ആണ്. ആ നേവി ഫോഴ്സ് ഒരു രീതിയിലുള്ള നടപടികളും സ്വീകരിച്ചില്ല. ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നിവേൽ ചാംബർലൈന് രാജിവെക്കേണ്ടി വരികയും ചെയ്തു. അതിനുശേഷമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ പ്രധാനപ്പെട്ട നേതാവായിട്ട് പിൽക്കാലത്ത് അറിയപ്പെടുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിട്ട് അധികാരത്തിൽ എത്തിച്ചേർന്നത്. ഹിറ്റ്ലറിനെ മെരുക്കാൻ അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ഒരു നേതൃപാടവമുള്ള ഒരു വ്യക്തിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. പോളണ്ടിനെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ജർമ്മനിയുടെ അടുത്ത ലക്ഷ്യം ഫ്രാൻസ് ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നടത്തിയിട്ടുള്ള അതേ പദ്ധതി തന്നെയാണ് ജർമ്മനി ഇവിടെ വീണ്ടും ആവിഷ്കരിക്കുന്നത്. ഫ്രാൻസുമായിട്ട് നേരിട്ട് ജർമ്മനിക്ക് അതിർത്തിയുണ്ട്. നേരിട്ട് അതിർത്തി ഉള്ളതുകൊണ്ട് തന്നെ ഫ്രാൻസിലുള്ള പട്ടാളക്കാർ അല്ലെങ്കിൽ അവിടുത്തെ സൈനികർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ നേരിട്ടുള്ള അതിർത്തിയിലൂടെ ജർമ്മനി അറ്റാക്ക് ചെയ്തു വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ പ്രധാനപ്പെട്ട സേനയൊക്കെ ആ പ്രദേശത്ത് ഇപ്പോൾ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. ജർമ്മനി എപ്പോൾ വേണമെങ്കിലും ഫ്രാൻസിനെ ആക്രമിക്കാം. കാരണം അവർ പോളണ്ട് വരെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് കീഴ്പ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട രാജ്യം അത് ഫ്രാൻസ് ആണ്. അവരുടെ പ്രതീക്ഷയ്ക്കൊക്കെ വിപരീതമായിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നടത്തിയ അതേ പ്ലാൻ തന്നെ ഇവർ വീണ്ടും ആവിഷ്കരിക്കുന്നു. പദ്ധതി എന്ന് പറയുന്നത് ബെൽജിയത്തിലും നെതർലൻഡിലൂടെയും നുഴഞ്ഞു കയറുക. ആ രാജ്യങ്ങളിലൂടെ നുഴഞ്ഞു കയറി ഫ്രാൻസിലേക്ക് വളഞ്ഞ് എത്തിച്ചേരുക. ഫ്രാൻസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെ ഇവർക്ക് ഫ്രാൻസിനെ കീഴ്പ്പെടുത്താൻ സാധ്യമാവുക. ആദ്യഘട്ടത്തിൽ ആ പ്രദേശത്തിൽ കാര്യമായിട്ട് പട്ടാളക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജർമ്മനിയുടെ ഈ സൈനിക നടപടി മനസ്സിലാക്കിയ ബ്രിട്ടനും ഫ്രാൻസും കൂടുതൽ പട്ടാളക്കാരെ ബെൽജിയത്തിലേക്കും അതുപോലെ നെതർലൻഡിലേക്കും കൊണ്ടുവന്നു. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് പഴയ കാര്യങ്ങളായിരിക്കും ഓർമ്മ വരിക. കാരണം ഞാൻ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ആ വീഡിയോയിലും പറഞ്ഞത്. കാരണം അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അന്ന് നടന്നതുപോലെ തന്നെ കിടങ്ങുകൾ നിർമ്മിച്ച് പരസ്പരം ആക്രമിക്കുമെന്നായിരിക്കും നമ്മൾ ഇപ്പോൾ ചിന്തിക്കുക. പക്ഷേ കാലം മാറി, ടെക്നോളജി മാറി, ജർമ്മനി അക്ഷരാർത്ഥത്തിൽ തന്നെ മാറി. അന്നത്തേക്കാൾ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഹിറ്റ്ലറിൻ്റെ കീഴിൽ ജർമ്മനി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പക്കൽ കൃത്യമായിട്ടുള്ള പദ്ധതിയുണ്ട്. വെറുതെ അങ്ങ് ആക്രമിച്ചു പോവുകയല്ല. മാസങ്ങളോളം നീണ്ടു നിന്നിട്ടുള്ള ഗവേഷണങ്ങൾക്കും പ്ലാനിങ്ങുകൾക്കും ഒക്കെ ശേഷം മാത്രമാണ് അവർ ഫ്രാൻസിനെതിരെയുള്ള ഈ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പദ്ധതി അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മുൻപ് പോളണ്ടിനെതിരെ നടപ്പിലാക്കിയിട്ടുള്ള അതേ പദ്ധതി തന്നെയാണ്, ബ്ലിറ്റ്സ് ക്രൈഗ് സ്ട്രാറ്റജി. ഈ തന്ത്രമനുസരിച്ച് ശത്രുക്കൾക്ക് ഒരു രീതിയിലുള്ള ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ വളരെ പെട്ടെന്ന് മിന്നലായിട്ട് ആക്രമിക്കുക. അങ്ങനെ ആക്രമിക്കുന്നതിനും ഒരു പ്രത്യേക ശൈലിയുണ്ട്.
ശത്രുക്കളുടെ പ്രദേശത്തിൻ്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള മേഖലയിലേക്ക് ആദ്യം ആക്രമിക്കുക. ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഫ്രാൻസും ബെൽജിയവും തമ്മിൽ ഉണ്ടാക്കുന്ന അതിർത്തി പ്രദേശത്തിന് നേരെയാണ് ഇവർ ആദ്യം ആക്രമിക്കുന്നത്. തുടക്കഘട്ടത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിനെ തുടർന്നാണ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഈ മേഖലകളിലേക്ക് എത്തിച്ചേരുന്നത്. അതിനുശേഷം നടത്തുന്ന ഒരു നടപടിക്രമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബെൽജിയത്തിൻ്റെയും ഫ്രാൻസിൻ്റെയും അതിർത്തി ഭാഗങ്ങളിൽ കാര്യമായിട്ട് സൈനികരില്ല. ആ പ്രദേശത്തേക്ക് ആദ്യം വിമാനങ്ങളെ അയക്കുന്നു ജർമ്മനി. അങ്ങനെ വിമാനങ്ങളെ അയച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റ് വിമാനങ്ങൾ അല്ലെങ്കിൽ വിമാന ബേസിനുകൾ അവർ ആദ്യം നശിപ്പിക്കുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ വളരെയധികം നൂതനമായിട്ടുള്ള വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ടാങ്കുകളെ ആ പ്രദേശത്തേക്ക് അയക്കുന്നു. അതിൻ്റെ പിന്നാലെ കരസേനയുടെ മറ്റ് വിഭാഗങ്ങളെ മറ്റ് ഡിവിഷനുകളെയും അയക്കുന്നു. ആ പ്രദേശം വളരെ വേഗത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്താൻ ജർമ്മനിക്ക് സാധ്യമായി. ആ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും മറ്റ് ബ്രിട്ടീഷ് ഫ്രഞ്ച് പട്ടാളക്കാർ ഒരു കെണിയിൽ അകപ്പെട്ടു പോയി. അവിടെ എണ്ണത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. പക്ഷേ അവർ ശരിക്കും ഒരു ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരുടെ എല്ലാ ഭാഗങ്ങളിലും, ഒരു ഭാഗം ഒഴിച്ചു ബാക്കി എല്ലാ ഭാഗങ്ങളിലും ജർമ്മൻ പട്ടാളക്കാരാണ്. അവശേഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വലിയ കടലുമാണ്. ഇപ്പോൾ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും 15 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരാണ്. പക്ഷേ ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും ഈ 15 ലക്ഷം എന്നുള്ളത് വെറും 3 ലക്ഷം മാത്രമായി. അവർ ഡൺകിർക്ക് എന്ന് പറയുന്ന ഒരു പോർട്ട് ഭാഗത്ത് മാത്രം അകപ്പെട്ടുപോയി. അതിൻ്റെ ചുറ്റിനും ഇപ്പോൾ ജർമ്മൻ പട്ടാളക്കാരാണ്. അവശേഷിച്ച ഈ 3 ലക്ഷം പട്ടാളക്കാർ ഡൺകിർക്ക് പോർട്ടിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് സമുദ്രമാർഗം രക്ഷപ്പെട്ടു പോയി. ഈ പ്രദേശം മുഴുവനും നിസാരമായിട്ടുള്ള ചില ദിവസങ്ങൾ കൊണ്ട് മാത്രം ജർമ്മനിക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചു. ജർമ്മനിയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്രാൻസിലെ മഹാനഗരമായിട്ടുള്ള പാരീസ് ആണ്. പാരീസിന് നേരെ ആക്രമണം തുടങ്ങി. പാരീസിന് നേരെ ജർമ്മനി ആക്രമണം അഴിച്ചുവിട്ട അതേ സമയം തന്നെ, അതേ സാഹചര്യത്തിൽ തന്നെ ഇറ്റലിയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഇറ്റലിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ടാണ്. ആ കിഴക്ക് തെക്ക് ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ കൂടുതൽ സൈനികരെ ഫ്രാൻസിനും അതുപോലെ ബ്രിട്ടനും, കുറേ ബ്രിട്ടീഷ് പട്ടാളക്കാരും ഇപ്പോൾ ഫ്രാൻസിലുണ്ട്. കാരണം ബ്രിട്ടീഷുകാർക്ക് സമുദ്ര അതിർത്തി മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കരമാർഗം ജർമ്മനിയെ ആക്രമിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് ഫ്രാൻസിൽ എത്തിച്ചേരണം. അങ്ങനെ ഫ്രാൻസിലുള്ള ഈ ബ്രിട്ടീഷ് പട്ടാളക്കാരും അതുപോലെ ഫ്രഞ്ച് പട്ടാളക്കാരും 2 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് കുറേയധികം പേർ ഇറ്റലിയുടെ ഭാഗത്തേക്ക് പോയി. ബാക്കിയുള്ള ആളുകൾ പാരീസിനെ സംരക്ഷിക്കാനായിട്ട് പോയി. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. ശക്തമായിട്ടുള്ള ആക്രമണമാണോ, വളരെ മികച്ച രീതിയിലുള്ള സ്ട്രാറ്റജികളിലൂടെയാണ് അവർ ഫ്രാൻസിനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഫ്രാൻസിലെ മാർഷലായിട്ടുള്ള ഫിലിപ്പ് പെർട്ടെയിൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അവർ പൂർണ്ണമായിട്ടും കീഴടങ്ങി. പാരീസ് ഉൾപ്പെടെയുള്ള ഫ്രാൻസിൻ്റെ ഉത്തരഭാഗത്തെ ബഹുഭൂരിപക്ഷം പ്രദേശവും ജർമ്മനിക്ക് കൊടുത്ത് അവർ കീഴടങ്ങി. അവശേഷിക്കുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്, തെക്ക് ഭാഗത്തായിട്ട് വരുന്ന ഭാഗമുണ്ട്. ആ ഭാഗം ഫിലിപ്പ് പെർട്ടെയിൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രദേശമായിട്ട് വിഷി എന്ന് പറയുന്ന ഒരു നഗരം തലസ്ഥാനമാക്കി മാറ്റി ആ പ്രദേശം ഭരിക്കാൻ തുടങ്ങി. അത് പൂർണ്ണമായിട്ടും ജർമ്മനിക്ക് വിധേയപ്പെട്ടിട്ടുള്ള ഒരു കീഴടങ്ങലായിട്ട് മാത്രം നമുക്കതിനെ കാണാം. കാരണം പൂർണ്ണമായിട്ടും കീഴടങ്ങി അവസാനം ജർമ്മനി ഒരു ഔദാര്യമായിട്ടാണ് ആ ഒരു പ്രദേശം അവർക്ക് വിട്ടുകൊടുക്കുന്നത്. ഫ്രാൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ രാജ്യത്തെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ ജർമ്മനിക്ക് വെറും 35 ദിവസങ്ങൾ മാത്രമാണ് വേണ്ടി വന്നത്. 1-ാം ലോക മഹായുദ്ധം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ കാര്യങ്ങൾ തന്നെയാണ് 1-ാം ലോക മഹായുദ്ധത്തിലും ജർമ്മനി ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. 4 വർഷം തുടർച്ചയായിട്ട് ഫ്രാൻസിനെ ആക്രമിച്ചിട്ടും അതിൻ്റെ ഒരു മേജർ പോർഷനിലേക്ക് എത്തിച്ചേരാൻ പോലും ആ കാലഘട്ടത്തിൽ ജർമ്മനിക്ക് സാധ്യമായിരുന്നില്ല. ആ കാര്യങ്ങളാണ് 4 വർഷം ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത കാര്യമാണ് വെറും 35 ദിവസം കൊണ്ട് ജർമ്മനി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ജർമ്മനി ഇപ്പോൾ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി കാണാം. ജർമ്മനിയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ബ്രിട്ടനാണ്. ആ മേഖലയിലുള്ള ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ ജർമ്മനി കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അവശേഷിക്കുന്നത് ബ്രിട്ടൻ മാത്രമാണ്. ബ്രിട്ടൻ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഹിറ്റ്ലർ ഈ ഒരു ഘട്ടത്തിൽ കരുതുന്നത് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ തൻ്റെ മുൻപിൽ കീഴടങ്ങുമെന്നാണ്. കാരണം അത്രയും പ്രദേശങ്ങൾ കീഴടക്കി നിൽക്കുകയല്ലേ. ബ്രിട്ടന് വേറെ നിവൃത്തിയില്ലാതെ അവർ കീഴടങ്ങുമെന്ന് ഹിറ്റ്ലർ പ്രതീക്ഷിച്ചു. കീഴടങ്ങിയില്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് നേരിട്ട് ആ ഐലൻഡ് രാജ്യത്തേക്ക് പോയി അതിനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. ലോകം മുഴുവനും കാതോർത്തിരിക്കുകയാണ്.
വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടി. വിൻസ്റ്റൺ ചർച്ചിൽ കീഴടങ്ങുകയാണെങ്കിൽ ഇന്ത്യക്ക് പോലും അത് നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു പക്ഷേ ആ ഒരു കീഴടങ്ങലിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സമാധാന ചർച്ചയുടെ ഭാഗമായിട്ട് ചില കോളനികളൊക്കെ ജർമ്മനിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ജർമ്മനി ചോദിച്ചു മേടിക്കുന്നത് ഇന്ത്യ ആയിരിക്കാം, അതായത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരിക്കാം. ലോകം മുഴുവനും കാതോർത്തിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അനൗൺസ്മെൻ്റ് അല്ലെങ്കിൽ സ്പീച്ച് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലൊന്നായിരുന്നു. ലോകത്തിൻ്റെ മുൻപിൽ ഒരു ഹീറോയുടെ പരിവേഷമാണ് വിൻസ്റ്റൺ ചർച്ചിലിന് കിട്ടിയത്. ഒരു കാരണവശാലും ഹിറ്റ്ലർ എന്ന് പറയുന്ന ആ ഡിക്റ്റേറ്ററിൻ്റെ മുൻപിൽ ഒരു കാരണവശാലും കീഴടങ്ങില്ല. അവരോട് ഒരു രീതിയിലുള്ള സമാധാന ചർച്ചയുമില്ല. ഹിറ്റ്ലർ എന്ന് പറയുന്ന ആ കാളകൂട വിഷത്തെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത്തരത്തിലുള്ള ഒരു സ്പീച്ചായിരുന്നു അന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. അടുത്ത യുദ്ധം ആരംഭിക്കുകയാണ്. ഇത്തവണത്തെ ജർമ്മനിയുടെ എതിരാളി എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും ജർമ്മനിയുടെ ഏറ്റവും വലിയ തലവേദന ബ്രിട്ടനാണ്. അന്ന് ബ്രിട്ടൻ്റെ ആ ഒരു പോരാട്ടങ്ങളാണ് ജർമ്മനിയുടെ പടയോട്ടത്തെ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിച്ചത്. പിന്നീട് അമേരിക്ക വന്നപ്പോൾ ചരിത്രം അപ്പാടെ മാറി. ഇവിടെയും ബ്രിട്ടൻ ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറി. ഒരു രാജ്യത്തെ പെട്ടെന്നങ്ങ് ആക്രമിച്ച് കയറുന്ന ഒരു ശൈലിയല്ല ഹിറ്റ്ലറിനുള്ളത്. ഹിറ്റ്ലർ ഒരുപാട് ദിവസങ്ങളോളം പ്ലാൻ ചെയ്ത് ആണ് ഒരു പദ്ധതി രൂപീകരിക്കുന്നത്. എങ്ങനെയാണ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ആക്രമിക്കുക? ബ്രിട്ടനും ജർമ്മനിക്കും ഇടയിൽ നോർത്ത് സീ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ കടലുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിലും പ്രധാനമായിട്ടും ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ ഈ ഒരു കടൽ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇത്തവണ ജർമ്മനി, അതായത് ഹിറ്റ്ലർ, കടൽ മാർഗത്തിലൂടെ ആക്രമിക്കേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം റോയൽ നേവൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് ബ്രിട്ടൻ്റെ നേവൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് അത് മാറിയിരിക്കുന്നു. പക്ഷേ ജർമ്മനിയുടെ നേവൽ ഫോഴ്സ് അത് ഇതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല, ദുർബലമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും കടൽ മാർഗത്തിലൂടെ ആക്രമിക്കേണ്ടെന്ന് ഹിറ്റ്ലർ തീരുമാനിച്ചു. പിന്നെ എങ്ങനെയാണ് ആക്രമിക്കുക? വായുമാർഗത്തിലൂടെ ആക്രമിക്കാം. റോയൽ എയർഫോഴ്സ് ഉണ്ട്, ശക്തമാണ്. പക്ഷേ ജർമ്മനിയുടെ എയർഫോഴ്സിനെ വെച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ബ്രിട്ടൻ്റെ റോയൽ എയർഫോഴ്സ് അത് താരതമ്യേന ദുർബലമാണ്. ബ്രിട്ടന് ഏകദേശം 700 ഫൈറ്റർ വിമാനങ്ങളുള്ളപ്പോൾ ജർമ്മനിക്ക് അതിൻ്റെ സ്ഥാനത്ത് 2600 ഫൈറ്റർ വിമാനങ്ങളാണുള്ളത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ അല്ലാതെ ബ്രിട്ടനെ ആക്രമിക്കാൻ സാധിക്കുകയില്ലെന്ന് ഹിറ്റ്ലറിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ അധിക സമയമില്ല അവരുടെ പക്കൽ. ഹിറ്റ്ലറിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായേക്കാം. അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ നേരെ വിപരീതമായിരിക്കും ആ ഒരു ആക്രമണത്തിൻ്റെ ഫലം. അതുകൊണ്ട് തന്നെ സമയം ഒട്ടും കളയാതെ 1 മാസത്തിനുള്ളിൽ ആക്രമണം നടത്താൻ ഹിറ്റ്ലർ ഓർഡർ കൊടുത്തു. ആകെ കിട്ടിയത് 1 മാസം മാത്രമാണ്. ആ 1 മാസം കൊണ്ട് വേണം പദ്ധതികൾ ആവിഷ്കരിക്കാൻ. ഈ 1 മാസം കൊണ്ട് ബ്രിട്ടനും ഒരുപാട് സമയം ലഭ്യമായി. അവർ ഒരുപാട് സ്ട്രാറ്റജികൾ അവരുടെ രാജ്യത്ത് ഒരുക്കി വെച്ചു. പ്രധാനമായിട്ടും ബ്രിട്ടൻ്റെ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ടുള്ള പ്രദേശം, ആ പ്രദേശമാണ് ജർമ്മനിയുമായിട്ട് നേരിട്ട് അതിർത്തി പങ്കിടുന്നത്. ആ പ്രദേശത്ത് ധാരാളമായിട്ട് ടവറുകൾ സ്ഥാപിച്ചു. റഡാർ സംവിധാനമുള്ള ടവറുകളാണ്. ആ കാലഘട്ടത്തിൽ റഡാർ സംവിധാനം ഉപയോഗിച്ച് അവിടുത്തെ മുഴുവൻ എയർഫോഴ്സിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു രാജ്യം അത് ബ്രിട്ടൻ മാത്രമാണ്. ജർമ്മനിക്ക് ആ സാങ്കേതിക വിദ്യ അത്തരത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചില ടവറുകളൊക്കെ വാച്ചിങ് ടവറുകളാണ്. ആ ടവറുകളുടെ മുകളിൽ എല്ലായ്പ്പോഴും പട്ടാളക്കാർ കാണും. വളരെ അകലെയുള്ള സൈനികരുടെ നീക്കങ്ങൾ പോലും ഇവർക്ക് മനസ്സിലാക്കി മറ്റ് സൈനികരെ അറിയിക്കാനായിട്ട് സാധിക്കും. അതിനു പുറമെ ഈ ടവറുകളിലുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ച് ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള കപ്പലുകളെയും അതുപോലെ വിമാനങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കും. വിമാനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് മാത്രമല്ല, എത്ര വിമാനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നതാണ്. ഇത് വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഈ ഇൻ്റഗ്രേറ്റഡ് സംവിധാനത്തിലൂടെ ഇങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ വിമാനങ്ങളുടെ സാന്നിധ്യം, അതിൻ്റെ എണ്ണം, അതൊക്കെ കൃത്യമായിട്ട് RAF, റോയൽ എയർഫോഴ്സിൻ്റെ കമാൻഡിംഗ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും. RAF കമാൻഡിൽ നിന്നും മറ്റ് RAF ബേസിനുകളിലേക്ക് അയക്കുന്നു. RAF ബേസിനുകളിലാണ് യുദ്ധവിമാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടൻ തന്നെ വൈമാനികർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിമാനമെടുത്ത് യുദ്ധത്തിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും പദ്ധതികളും ഒക്കെയാണ് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.
ദിവസങ്ങൾ കടന്നുപോയി. കൃത്യമായിട്ടുള്ള ഒരു ദിനത്തിനു വേണ്ടി ജർമ്മനി കാത്തിരുന്നു. എങ്ങനെയാണ് ജർമ്മനി ആക്രമണം അഴിച്ചുവിടാൻ പോകുന്നത്? ബ്രിട്ടീഷുകാർ ഇവരുടെ ആക്രമണം പ്രതീക്ഷിക്കുമെന്ന് വ്യക്തമായിട്ട് തന്നെ ജർമ്മനിക്ക് അറിയാം. ബ്രിട്ടീഷ് എയർഫോഴ്സിനെ ആക്രമിക്കുന്നതിന് മുൻപ് അവരുടെ എയർഫോഴ്സിൻ്റെ ശക്തി എന്താണെന്ന് ഹിറ്റ്ലറിന് മനസ്സിലാക്കണമായിരുന്നു. എന്ത് തരത്തിലുള്ള വിമാനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് അറിയണമായിരുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും നൂതനമായിട്ടുള്ള സൂപ്പർ മാർണി സ്പിറ്റ്ഫയർ വിമാനങ്ങളും ഹോക്കർ ഹ്യൂറിക്കെയിൻ വിമാനങ്ങളുമാണ് അന്ന് ബ്രിട്ടൻ ഉണ്ടായിരുന്നത്. ജർമ്മനിയും ഒട്ടും മോശമായിരുന്നില്ല. അവരുടെ പക്കലുണ്ടായിരുന്നത് മെസ്സർഷ്മിറ്റ് BF-109 എന്ന പേരിൽ അറിയപ്പെടുന്ന ഫൈറ്റർ വിമാനങ്ങളാണ്. ബ്രിട്ടനെതിരെയുള്ള ജർമ്മനിയുടെ യുദ്ധം ആരംഭിക്കുന്നു 1940 ജൂലൈ മാസം 10-ാം തീയതി. പ്രധാനമായിട്ടും ആക്രമിക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ യുദ്ധവിമാനങ്ങളെയാണ്. അവരുടെ യുദ്ധവിമാനങ്ങൾ മുകളിലേക്ക് ഉയരുന്നതിന് മുൻപ് തന്നെ അവരുടെ RAF ബേസിനുകൾ ആക്രമിക്കണം. അവിടെ ഉള്ള വിമാനങ്ങളെ നശിപ്പിച്ച് കളയണം. ഇതാണ് പദ്ധതി. പക്ഷേ അതിനു മുൻപ് അവർ ഒരു പ്ലാൻ എ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പ്ലാൻ എ വിജയിക്കില്ലെന്നറിയാം, പക്ഷേ അതൊരു ഡൈവേർഷൻ പ്ലാനാണ്. ജർമ്മനി ആദ്യം ആക്രമിക്കുന്നത് നോർത്ത് സീയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കപ്പലുകളെയാണ്. ജർമ്മനിയുടെ കപ്പൽ ഉപയോഗിച്ചിട്ടല്ല ആക്രമിക്കുന്നത്. ജർമ്മനിയുടെ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരുടെ കപ്പലുകളെ നശിപ്പിക്കുന്നു. അതൊരു ഡൈവേർഷൻ പ്ലാൻ മാത്രമായിരുന്നു. ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരുപാട് വിമാനങ്ങൾ നോർത്ത് സീ കേന്ദ്രീകരിച്ച് പറക്കുകയുണ്ടായി. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെ മറ്റൊരു റൂട്ടിലൂടെ ജർമ്മനിയുടെ വിമാനങ്ങൾ ബ്രിട്ടീഷുകാരുടെ അവരുടെ എയർഫോഴ്സിൻ്റെ ബേസിനുകൾ ലക്ഷ്യം വെച്ച് സഞ്ചരിച്ചു. പക്ഷേ ജർമ്മനിക്ക് ഒരു കാര്യത്തിൽ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള റഡാർ സംവിധാനം. ഈ റഡാർ സംവിധാനം ജർമ്മനിയുടെ വിമാനങ്ങൾ ഏകദേശം 200 കിലോമീറ്റർ അകലെ എത്തുമ്പോൾ തന്നെ ഡിറ്റക്റ്റ് ചെയ്യുകയും അടുത്തുണ്ടായിരുന്ന RAF കമാൻഡിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പൈലറ്റുമാർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ വിമാനത്തിലേക്ക് പ്രവേശിക്കാനും ആ വിമാനം ഉപയോഗിച്ചിട്ട് ശത്രുക്കളെ ആക്രമിക്കാനും സാധ്യമായി. അത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഒരു ഡിഫൻസ് ആയിരുന്നില്ല. ജർമ്മനി അത് പ്രതീക്ഷിച്ചേ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഈ ആക്രമണത്തെ തുടർന്ന് ജർമ്മനിക്ക് നഷ്ടമായത് 46 യുദ്ധവിമാനങ്ങളാണ്. അതേസമയം ഇംഗ്ലണ്ടിൻ്റെ നഷ്ടം വെറും 12 യുദ്ധവിമാനങ്ങളുമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ നിരന്തരമായിട്ട് യുദ്ധവിമാനങ്ങൾ ബ്രിട്ടൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ വളരെ നിർണായകമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആയിരുന്നു. ആ ദിവസം പല വേവുകളായിട്ട് ഒരുപാട് യുദ്ധവിമാനങ്ങൾ പോയി. ആദ്യം ഒരു 10 വിമാനങ്ങൾ പോയി, അതിൻ്റെ തൊട്ടു പിന്നാലെ മറ്റൊരു 10 വിമാനങ്ങൾ പോയി. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ജർമ്മനിയിൽ നിന്ന് ഒരുപാട് വിമാനങ്ങൾ പല തരംഗങ്ങളായിട്ട് ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ ബേസിനുകൾ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. ഇവിടെയും ബ്രിട്ടീഷുകാരെ സഹായിച്ചത് അവരുടെ റഡാർ സംവിധാനമാണ്. ആ റഡാർ സംവിധാനത്തിലൂടെ അവർക്ക് 90 ജർമ്മൻ വിമാനങ്ങളെ നശിപ്പിക്കാൻ സാധ്യമായി. ബ്രിട്ടീഷുകാർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ നഷ്ടം 42 യുദ്ധവിമാനങ്ങളായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള വിമാനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകും. ജർമ്മനിക്ക് അപ്പോഴും യുദ്ധവിമാനങ്ങൾ അവശേഷിച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ അനവധി ആക്രമണങ്ങൾ നടന്നപ്പോൾ കുറേ ആക്രമണങ്ങളൊക്കെ വിജയം കണ്ടു. വിജയകരമായിട്ട് എയർഫോഴ്സ് ബേസിനുകളൊക്കെ നശിപ്പിക്കാൻ സാധ്യമായി. പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയല്ല, അവിടെ ഉണ്ടായിരുന്ന കുറേയധികം യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കാനും അവിടെ ഉണ്ടായിരുന്ന കെട്ടിട സമുച്ചയങ്ങൾക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാക്കിയെടുക്കാനും ജർമ്മനിക്ക് സാധിച്ചു. നിരന്തരമായിട്ടുള്ള ഈ യുദ്ധങ്ങൾ ജർമ്മൻ പൈലറ്റുമാരിൽ വലിയ രീതിയിലുള്ള ഒരു ഡീമോറലൈസേഷനാണ് സൃഷ്ടിച്ചത്. കാരണം എത്ര രഹസ്യമായിട്ട് ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്താലും ബ്രിട്ടീഷ് പൈലറ്റുമാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവരെങ്ങനെയാണ് വരുന്നത്, എത്ര പേര് വരുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ഒരു സൂയിസൈഡ് ബോംബേഴ്സിനെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പോലും ഇവർക്ക് തോന്നി. കാരണം അങ്ങോട്ട് പോകുന്ന നല്ലൊരു ശതമാനം ആളുകളും മരണമടയുകയാണ്. ഇവർക്ക് കാര്യമായിട്ട് ഒരു നാശനഷ്ടം ബ്രിട്ടനിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുമില്ല. ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് ജർമ്മൻ പട്ടാളക്കാരാണ്, ജർമ്മൻ പൈലറ്റുമാരാണ്. ഏറ്റവും നാശനഷ്ടം ഉണ്ടാകുന്നതും ജർമ്മൻകാർക്കാണ്. അതിനൊരു മാറ്റം വരുത്താനായിട്ട് ജർമ്മനി കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പിന്നീട് ഉപയോഗിച്ചു തുടങ്ങി. രാത്രി കാലങ്ങളിൽ കൂടി ആക്രമിക്കുക. രാത്രി കാലങ്ങളിൽ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആക്രമണത്തേക്കാൾ കുറച്ചുകൂടെ ദുസ്സഹമാണ്. കാരണം സാങ്കേതികവിദ്യ അത്രയ്ക്കൊന്നും വികസിച്ചിട്ടില്ല. രാത്രിയിൽ കാര്യമായിട്ടൊന്നും തന്നെ ഇവർക്ക് കാണാൻ സാധിക്കില്ല. പകൽ സമയമാണെങ്കിൽ കെട്ടിടങ്ങളും ഒക്കെ ഇവർക്ക് നേരിട്ട് കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. രാത്രിയിലുള്ള ആക്രമണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുള്ള ബ്രിട്ടീഷുകാർ രാത്രിയിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ കെട്ടിടങ്ങളിലെ ലൈറ്റുകളൊക്കെ വിച്ഛേദിച്ചു. കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ
സൈനികരുടെ കെട്ടിടങ്ങൾ മാത്രമല്ല, എയർബേസിനുകൾ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്തെ വൈദ്യുതി കണക്ഷൻ പോലും വിച്ഛേദിച്ചു. പൂർണ്ണമായിട്ടും ഇരുട്ടിലിരിക്കാൻ അവിടുത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പെശക് സംഭവിച്ചു. അവർ ആക്രമിക്കാനായിട്ട് എയിം ചെയ്തത് ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ ബേസിനുകളാണ്. പക്ഷേ അവർക്ക് ദിശ തെറ്റി അവർ ഒടുവിൽ ലണ്ടനിൽ എത്തിച്ചേർന്നു. ലണ്ടനിലെ ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് നേരെ അവർ ആക്രമണം അഴിച്ചുവിട്ടു. ഇത് ബ്രിട്ടീഷുകാരെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചു. അവർ കരുതിയത് ഇവർ മനഃപൂർവ്വം തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ആക്രമിച്ചതാണെന്നാണ്. തൊട്ടടുത്ത ദിവസം രാത്രിയിൽ തന്നെ 81 യുദ്ധവിമാനങ്ങളെയാണ് ബ്രിട്ടീഷുകാർ രാത്രിയിൽ ബെർലിൻ നഗരത്തിലേക്ക്, അതായത് ജർമ്മനിയിലേക്ക് അയക്കുന്നത്. ബെർലിൻ നഗരത്തിലേക്കാണ് അയച്ചത്. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടതിൽ അനേകം ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. നശിക്കപ്പെട്ടതൊക്കെ സാധാരണക്കാർ താമസിക്കുന്ന അവരുടെ വീടുകളും മറ്റ് സമുച്ചയങ്ങളുമായിരുന്നു. യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. ഹിറ്റ്ലറിനും വലിയ രീതിയിലുള്ള അരിശമുണ്ടായി. ഇനിയുള്ള ആക്രമണങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ലണ്ടൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കണമെന്ന് അയാൾ ഉത്തരവ് കൊടുത്തു. അതിനെ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ലണ്ടൻ നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ സംഭവിച്ചു. ഒരുപാട് കെട്ടിടങ്ങൾ ഇല്ലാതെയായി. ആയിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മരണമടഞ്ഞു. പൂർണ്ണമായിട്ടും രാത്രിയിൽ അവർ ഇരുട്ടിലാണ് കഴിയുന്നത്. എങ്കിൽ പോലും തുരുതുരെ റാൻഡമായിട്ട് ഒരുപാട് ബോംബുകൾ ഈ നഗരങ്ങളിലേക്ക് വിക്ഷേപിച്ചു. ഇത് ശരിക്കും ജർമ്മനിക്കുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് മാറുന്നത്. ഈ ഘട്ടങ്ങളിൽ ജർമ്മനി എയർഫോഴ്സിൻ്റെ ബേസിനുകൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടന് ആവശ്യമായിട്ടുള്ള സമയം കിട്ടി. ഓൾറെഡി ഒരുപാട് തകരാറുകൾ അവരുടെ എയർബേസിനുകളിലും അതുപോലെ അവരുടെ വിമാനങ്ങളിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ അറ്റകുറ്റപ്പണികളൊക്കെ വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധ്യമായി. ഈ കാര്യങ്ങളൊന്നും ജർമ്മനി അറിയുന്നില്ല. ജർമ്മനി ലണ്ടൻ നഗരത്തിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ലണ്ടൻ നഗരത്തിന് മാത്രമല്ല നാശനഷ്ടങ്ങൾ സംഭവിച്ചത്, ജർമ്മനിക്കും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആദ്യത്തെ ദിവസം മാത്രം 60-ൽ പരം വിമാനങ്ങളാണ് ജർമ്മനിക്ക് നഷ്ടമായത്. ബ്രിട്ടൻ ഏകദേശം 30ഓളം വിമാനങ്ങളും നഷ്ടപ്പെട്ടു. ബ്രിട്ടനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ ഹിറ്റ്ലർ വിശേഷിപ്പിച്ചത് ഓപ്പറേഷൻ സീ ലയൺ എന്ന പേരിലാണ്. ഈ യുദ്ധം ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ രണ്ട് കൂട്ടർക്കും ഉണ്ടായി. പക്ഷേ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടത് ജർമ്മനിക്കാണ്. ഇനി ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഹിറ്റ്ലർ താൽക്കാലികമായിട്ട് ഓപ്പറേഷൻ സീ ലയൺ നിർത്തിവെച്ചു. താൽക്കാലികമായിട്ട് മാത്രമാണ്. അയാൾക്ക് വേറെയും ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് ബ്രിട്ടനിലേക്ക് മടങ്ങി വരാമെന്ന് അയാൾ അടിയുറച്ച് വിശ്വസിച്ചു. അയാൾക്ക് കീഴടക്കാനായിട്ട് ഒരുപാട് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. റഷ്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമുണ്ട്. റഷ്യയുടെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് അയാൾക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ ബോധ്യമുണ്ട്. ആ ന്യൂനതകൾ മനസ്സിലാക്കിക്കൊണ്ട് റഷ്യ എന്ന ആ മഹാരാജ്യം, ആ വലിയ രാജ്യത്തെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ വളരെ മികച്ച കുറേയധികം നാച്ചുറൽ റിസോഴ്സുകൾ അയാൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഒരുപാട് റോ മെറ്റീരിയൽസ് സ്വന്തമാക്കാൻ സാധിക്കും. റഷ്യയുടെ പക്കലുള്ള ഒരുപാട് വിമാനങ്ങൾ പിടിച്ചടക്കാൻ സാധിക്കും. ആയുധങ്ങൾ പിടിച്ചടക്കാൻ സാധിക്കും. അവരുടെ പട്ടാളക്കാരെ തടവുപുള്ളികളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഹിറ്റ്ലറിൻ്റെ മുൻപിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷേ പെട്ടെന്നങ്ങ് പോയി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ സാധിക്കുകയില്ല. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഹിറ്റ്ലറിന് അതിൽ കണിശതയുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയും സ്ട്രാറ്റജിയിലൂടെയും മാത്രമേ ഓരോ രാജ്യങ്ങളെയും ആക്രമിക്കാൻ പാടുള്ളൂ. റഷ്യയെ ആക്രമിക്കുന്നതിന് മുൻപ് കുറച്ച് നാൾ ഒരു ഗ്യാപ്പ് എടുക്കാനായിട്ട് അയാൾ തീരുമാനിച്ചു. വെറുതെ ഗ്യാപ്പ് എടുക്കുകയല്ല, ആ സമയത്തൊക്കെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൈനികരെ ഈ ഘട്ടത്തിലൊന്നും ഐഡിയലാക്കി നിർത്താൻ അയാൾ തീരുമാനിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്നില്ല. അയാൾ ആ സമയത്ത് തെക്കു ഭാഗത്തുള്ള പല രാജ്യങ്ങളും കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ചു. ഈ സമയത്ത് റഷ്യയിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ്. സ്റ്റാലിൻ എന്ന ഏകാധിപതി കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളും അവിടുത്തെ തടവുപുള്ളികളായിട്ടുള്ള ആളുകളും അതുപോലെ അവിടുത്തെ സൈനികരും. സ്റ്റാലിന് സംശയം തോന്നുന്ന സകല ആളുകളെയും അയാൾ കൊന്നുകളയും, അല്ലെങ്കിൽ അയാൾ തടവിൽ പാർപ്പിക്കും. ആ കൂട്ടത്തിൽ പെടുന്നത് വളരെയധികം ഉയർന്ന പൊസിഷനുകളിൽ ഇരിക്കുന്ന പട്ടാളക്കാർ കൂടിയാണ്. പക്ഷേ ജർമ്മനിയിലെ കാര്യങ്ങൾ അങ്ങനെയല്ല. ജർമ്മനിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജർമ്മൻസ് ആയിട്ടുള്ള, അതായത് പ്യുവർ ജർമ്മൻ എന്ന് ഹിറ്റ്ലർ വിശേഷിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലർ ദൈവതുല്യനാണ്. കാരണം ഹിറ്റ്ലർ കാരണമാണ് അവർക്ക് പെട്ടെന്ന് ഒരു ഉന്നമനം ഉണ്ടായത്. നാണം കെട്ട്
ആ ഒരു പടുകുഴിയിൽ കടന്നിരുന്ന ജർമ്മനി ഉദിച്ചുയർന്നു വന്നിരിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണക്കാരനായിട്ടുള്ള ഹിറ്റ്ലറിനെ പല ആളുകളും ദൈവത്തെ പോലെ തന്നെ കരുതിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള പല ജർമ്മൻ പട്ടാളക്കാർക്കും ഈ ഹിറ്റ്ലറിനോട് വലിയ രീതിയിലുള്ള ഒരു സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഹിറ്റ്ലറിനെ കൊല്ലാനുള്ള ഒരുപാട് ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ സാധിക്കില്ല. പക്ഷേ ജർമ്മനിയിലെ സൈനികർ കുറച്ചുകൂടെ മികച്ച രീതിയിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭ്യമാകുന്നുണ്ട്. കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും സാധ്യമാകുന്നുണ്ട്. ജർമ്മനിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ അവയൊക്കെ അലയാക്കി മാറ്റിയെടുക്കാൻ ജർമ്മനിക്ക് അധികം വീർപ്പൊഴുക്കേണ്ടി വന്നില്ല. വെറും 6 ദിവസങ്ങൾ കൊണ്ടാണ് അവർ യൂഗോസ്ലാവി എന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നത്. പിന്നീട് ഒരു 3 ആഴ്ച കൂടി കഴിഞ്ഞപ്പോൾ ഗ്രീസ് എന്ന രാജ്യവും പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലകപ്പെട്ടു. ഇതിനിടയിൽ റൊമേനിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യം ശരിക്കും ജർമ്മനിയുടെ ഒരു അലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ റൊമേനിയയ്ക്ക് വലിയ രീതിയിലുള്ള എണ്ണ സ്രോതസ്സാണുള്ളത്. ആ എണ്ണ ഖനി ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ പ്രദേശങ്ങളുടെയൊക്കെ തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ പഴയകാല ഓട്ടോമൻ സാമ്രാജ്യമാണ്. ആ പഴയകാല ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ഇപ്പോൾ പ്രബലരായി നിൽക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർക്ക് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും റൊമേനിയയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വിലപ്പെട്ട എണ്ണഖനികൾ ജർമ്മനിക്ക് നഷ്ടമാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു മുൻകൂർ എന്ന രീതിയിലാണ് ഗ്രീസിനെയും അതിൻ്റെ പരിസരത്തുള്ള മറ്റ് പ്രദേശങ്ങളെയും ഒക്കെ ജർമ്മനി കീഴ്പ്പെടുത്തുന്നത്. ആ മേഖലയെല്ലാം കീഴ്പ്പെടുത്തിയതിനു ശേഷം അവർ റഷ്യക്കുള്ള ആക്രമണം ആരംഭിക്കുകയാണ്. അന്നേ വരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണം, ഏറ്റവും വലിയ യുദ്ധമാണ് റഷ്യയിൽ അരങ്ങേറാൻ പോകുന്നത്. ഈ യുദ്ധമാണ് ഓപ്പറേഷൻ ബാർബറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റഷ്യക്കെതിരെ നടത്താൻ പോകുന്ന ഓപ്പറേഷൻ ബാർബറയിൽ 1-2 ലക്ഷം പട്ടാളക്കാരെ അല്ല ജർമ്മനി രംഗത്തേക്ക് ഇറക്കാൻ പോകുന്നത്. 40 ലക്ഷത്തോളം വരുന്ന സൈനികരെയാണ്. അതിനു പുറമെ 3000-ഓളം വരുന്ന യുദ്ധവിമാനങ്ങളും അവരിറക്കുന്നുണ്ട്. ജർമ്മനിയുടെ ഇത്രയും ശക്തമായിട്ടുള്ള ആ യുദ്ധക്കോപ്പുകളെ, യുദ്ധസന്നാഹങ്ങളെ എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ നേരിടാൻ പോകുന്നത്? പൂർണ്ണമായിട്ടും റഷ്യയെ കീഴ്പ്പെടുത്താൻ ജർമ്മനിക്ക് സാധ്യമായോ? എന്താണ് ശരിക്കും ഓപ്പറേഷൻ ബാർബറയിൽ സംഭവിച്ചത്? ബാക്കി ഭാഗം 2ാം ലോക മഹായുദ്ധത്തിൻ്റെ 2ാമത്തെ എപ്പിസോഡിൽ കാണാം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് പരിശോധിക്കുക.